കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മള് എന്തായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്? നമ്മള് ദൈവത്തിനായിട്ട് നമ്മെ തന്നെ കൊടുക്കുകയും ദൈവത്തിനായിട്ട് നമ്മെ തന്നെ കൊടുക്കുമ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് മുൻകുറിച്ചിട്ടുള്ള മുൻമേ നിയമിച്ചിട്ടുള്ള സൽപ്രവൃത്തികളിൽ നമ്മൾ നടക്കേണ്ടതാകുന്നു. അതില് ആ, അത് മറ്റുള്ളവരെ പ്രായോഗികമായിട്ടുള്ള രീതിയിൽ സഹായിക്കുന്ന കാര്യങ്ങളോ ബാക്കി പല പല സൽപ്രവൃത്തികൾ നമ്മൾ സാധാരണ നമ്മളുടെ ചർച്ചില് നമ്മൾ കൂടുതലും കർത്താവിനോടുള്ള ആ ഒരു ഡിവോഷൻ, കർത്താവിനുള്ള ഒരു ഭക്തിയുടെ കാര്യമൊക്കെ നമ്മൾ ഊന്നി പറയാറുണ്ട്. എന്നാൽ അത് യഥാർത്ഥത്തിലുള്ള ഒരു കർത്താവിന്റെ ഭക്തിയാണെങ്കിൽ അത് നിറഞ്ഞു കവിഞ്ഞ് അത് സൽപ്രവൃത്തികളിൽ അത് നിറഞ്ഞു കവിഞ്ഞൊഴുകും. ഗിവിങ്, കൊടുക്കുക എന്ന് ഉള്ളത് ബാക്കിയുള്ള ബാബിലോണിയൻ ചർച്ചസിലേക്ക് ഒരു ഫേവറേറ്റ് ടോപ്പിക്സ് ആണ്. ഫേവറേറ്റ് ടോപ്പിക്കാണ്. എന്നാൽ നമ്മുടെ ചർച്ചിൽ അത് നമ്മൾ പറയാത്തതിന് കാരണം ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുള്ളത് കൊണ്ട് ഇപ്പം നമ്മള് നമ്മളുടെ ചർച്ചസിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ നമ്മുടെ എന്താണ് പറയുന്നത്, യുനോ അത് ലീഡ് ചെയ്യുന്നവരെയോ അല്ലെങ്കിൽ അവരുടെ മിനിസ്ട്രിയോ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഒരിക്കലും നമ്മളെ ഒരു അങ്ങനെ ഒരു ഗിവിങ്ങിന്റെ ഒരു കാര്യമോ ഒരു ഡൊണേറ്റിന്റെ ഒരു കാര്യമോ ഡൊണേഷന്റെ ഒരു കാര്യമോ നമ്മൾ പറയാറില്ല. പക്ഷേ എന്നാ നമ്മൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ കൂട്ട് സഭകളിലുള്ള സഹോദരങ്ങളിലൊക്കെ ചിലർക്കൊരു യുനോ പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് ആ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമൊക്കെ ഒരുങ്ങുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് എന്താ പൗലോസിന് വേണ്ടിയോ പൗലോസിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ ഒന്നും പൗലോസ് ഒരിക്കലും ആ ഒരു പൈസക്കായിട്ട് ചോദിക്കുന്ന കാര്യം, പണത്തിനായിട്ട് ചോദിക്കുന്ന കാര്യം നമ്മളിവിടെ കാണുന്നില്ല. പൗലോസിന്റെ മിനിസ്ട്രിക്കായിട്ട് പൗലോസിന്റെ സഹപ്രവർത്തകർക്കായിട്ട് ഒന്നും പൗലോസ് പൈസ ഒരിക്കലും ചോദിച്ചിട്ടില്ല. കർത്താവിന്റെ മിനിസ്ട്രിക്കായിട്ട്, കർത്താവിനായിട്ടോ കർത്താവിന്റെ വേലക്കായിട്ടോ ഒന്നും ഒരിക്കലും പൈസ ചോദിച്ചിട്ടില്ല. എന്ന പൗലോസ് ഇവിടെ അവിടെ മക്ദോന്യയിലുള്ള സഭയിലുള്ള സഹോദരങ്ങൾ അന്ന് ദാരിദ്ര്യത്തിന്റെ കഴിഞ്ഞിരുന്ന വേറെ ചില സഹോദരങ്ങൾക്ക് അവര് വലിയ സന്തോഷത്തോടെ അവരെ സഹായിക്കുന്ന ഒരു കാര്യം മാതൃകയായിട്ട് എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. നമ്മള് വചനത്തില് കാണുന്ന മാതൃക എന്താ? ആ ഒരു യുനോ അവര് ആ ഒരു ധർമ്മശേഖരം, ആ ഒരു കളക്ഷൻ, അത് എന്താ ചർച്ചിനായി എന്തെങ്കിലും പേഴ്സണൽ ആവശ്യത്തിനായിട്ട് ഇന്ന് ബാബിലോണിയൻ ചർച്ചസ് എന്ന് അത് എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുന്നത്, കർത്താവിന്റെ വചനപ്രകാരം അല്ലാതെ ആ ഒരു പണത്തിന്റെ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏത് ചർച്ചാണോ അതെല്ലാം ബാബിലോണിയൻ സഭകളാണ്. പണത്തിന്റെ കാര്യം നിങ്ങൾ തരിക തരിക തരിക, എന്തോ ഞങ്ങൾക്ക് ആലയം കെട്ടാൻ വേണ്ടുന്ന 9 കോടി തരണമെന്നോ ഒരു 8 കോടി തരണമെന്നോ ഒരു മാസത്തെ ശമ്പളം എന്നൊക്കെ പറഞ്ഞൊക്കെയുള്ള ഒരു പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്ന് ക്രിസ്തു എന്ന് പറയുന്ന ലോകത്ത് നടക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഗിവ് ഗിവ് ഗിവ്, അതായത് നമ്മള് സാഗ്വാന്റെ ഭാഷയിൽ പറഞ്ഞാല്, അതായത് ദൈവത്തിന് എല്ലാ അത്ഭുതവും ചെയ്യാനൊക്കും, ദൈവത്തിന് മുടന്തരെ നടത്താനൊക്കും, പക്ഷപാതിയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റും, മരിച്ചതിനെ പോലും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റും. ദൈവത്തിന് എന്തുമാത്രം പറ്റത്തില്ല? പൈസ തരാൻ മാത്രം പറ്റത്തില്ല. അതുകൊണ്ട് പൈസ നിങ്ങൾ തന്നോണം. അതാണ് ഇന്ന് ഒത്തിരി പ്രോസ്പെറിറ്റി പ്രീച്ചേഴ്സിന്റെ ഒക്കെ തിയോളജി. എന്ന് അത് ആ മണ്ടൻ ആശയങ്ങളൊക്കെ വിഴുങ്ങുന്ന ബുദ്ധിഹീനരായിട്ടുള്ള ജ്ഞാനമില്ലാത്ത വിശ്വാസികളെന്ന് പറയുന്നവര് അങ്ങനെയുള്ള ഒരു വഞ്ചനയിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ഒരു ക്രിസ്ത്യ ലോകത്താണ് നമ്മളുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവരുടെയൊക്കെ ഇടയിൽ യുനോ ഒരു നമ്മൾ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച് എന്ന് പറയുമ്പോൾ നമ്മളെന്തോ ഏറ്റവും പെർഫെക്റ്റോ ഏറ്റവും ബെസ്റ്റ് എന്നൊന്നും നമ്മൾ ആരും ക്ലെയിം ചെയ്യുന്നില്ല. എന്ന് നമ്മൾ ഒത്തിരി കുറവുകളും ഒത്തിരി പരിമിതികളൊക്കെ ഉള്ളവരാണ്. എങ്കിലും നമുക്ക് അറിഞ്ഞിട്ടുള്ള ദൈവവചന സത്യങ്ങളോട് പൂർണ്ണമായിട്ടും 100%, എസ്പെഷ്യലി ഈ ഒരു പണത്തിന്റെ കാര്യത്തിലൊക്കെ ആ ഒരു വിശ്വസ്തത പുലർത്താനായിട്ട്, ആ ഒരു മാതൃക പുലർത്താനായിട്ട്, മറ്റുള്ളവർക്കൊരു അതൊരു പേരുദോഷം ഉണ്ടാകാത്ത രീതിയിൽ, മറ്റുള്ളവർക്കൊരു ഇളർച്ച ഉണ്ടാകാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സഭയായിട്ട് വർഷങ്ങളായിട്ട്, ഇപ്പം CFC തുടങ്ങി 50ഓളം വർഷങ്ങളായിട്ട്, 50-ൽ പരം വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു പോരുന്നത്. എന്നാൽ നമ്മളിപ്പോ ഇവിടെ 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ ആദ്യം വായിച്ച വാക്യം, 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തില് എന്താ നമ്മളിവിടെ വായിച്ചേ? അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അങ്ങനെ അവരെ സഹായിച്ചൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തില് അതൊരു നല്ല മാതൃകയാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ ആ സൽപ്രവൃത്തികള് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ,
കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു മനസാക്ഷിക്കൊത്ത് വിചാരിച്ചോ, അല്ലെങ്കിൽ ആൾക്കാരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനോ മതപ്പുളവാക്കാനോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പല കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നാൽ ആദ്യം നമ്മളെ തന്നെ കർത്താവിനായിട്ട് കൊടുക്കാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അതൊക്കെ എന്താ വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. അതൊക്കെ അതൊക്കെ അതൊന്നും കണക്കിടപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ നമ്മള് മനുഷ്യമാനത്തിനായിട്ട് ചെയ്യുന്നത് മറ്റുള്ളവരെ മറ്റുള്ളവരിൽ മതിപ്പുളവാക്കാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രേരണയില്, ദൈവത്തിന്റെ ആ ഒരു സ്നേഹത്തിന്റെ ശക്തിയില്, ആത്മാവിന്റെ ശക്തിയില്, ദൈവനാമോഹത്തിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങള്, നിത്യതയിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ അതിനായിട്ട് ഒരു വാക്യം പറയാറുണ്ട്. ഇത് വാക്യം റോമർ 11:36 എന്താ നമ്മൾ വായിക്കുന്നേ? ഫ്രം ഹിം, ത്രൂ ഹിം ആൻഡ് ടു ഹിം ആർ ഓൾ തിങ്സ്. നിത്യതയിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണ്? നിത്യതയിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ഉള്ളത്? റോമർ 11:36 നമ്മൾ എന്താ വായിക്കുന്നേ? കർത്താവിൽ നിന്ന് തുടങ്ങി, അതായത് കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രേരണയാല്, ദൈവത്തിന്റെ ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രേരണ, മനുഷ്യരായിട്ട് എന്തോ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തിയുള്ള കാര്യങ്ങളെല്ലാം അത് ഇപ്പം കൊടുക്കുന്ന കാര്യമാകട്ടെ, അത് ഏതൊരു സൽപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മളിപ്പം പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, പിള്ളേരെ പഠിപ്പിക്കുന്നു, അടുക്കളയില് ഇങ്ങനെ പാകം ചെയ്യുന്നു, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന, മറ്റുള്ളവർ നമ്മളെ കർത്താവിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പ്രായമായിട്ട് പല രീതിയിൽ സഹായിക്കുകയോ ഉത്സാഹിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം കാര്യങ്ങളായാലും അത് നിത്യതയിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാകണമെങ്കിൽ അത് കർത്താവിൽ നിന്ന് തുടങ്ങണം. നമ്മള് ക്രിസ്ത്യ ജീവിതത്തിന്റെ രണ്ട് വശങ്ങളിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ, ഒന്ന് കർത്താവുമായിട്ടുള്ള നമ്മളുടെ ഒരു വ്യക്തിപരമായ ബന്ധം. അതാണ് നമ്മൾ പലപ്പോഴും നമ്മളുടെ സഭയിൽ നമ്മൾ കൂടുതൽ ഊന്നി പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവുമായിട്ട് നമുക്കൊരു വ്യക്തിപരമായ ഒരു ബന്ധവും ആ ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ അത് ലൈഫിൽ ഓഫ്ലോ, പാനപാത്രം കവിയുന്നു, മൈ കപ്പ് ഓവർഫ്ലോസ്. പാനപാത്രം നിറഞ്ഞു കവിയുന്നു എവിടെ പറയുന്നേ? സങ്കീർത്തനം. എല്ലാവർക്കും ഇഷ്ടമുള്ള സങ്കീർത്തനം ഏതാ? 23-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, മൈ കപ്പ് ഓവർഫ്ലോസ്. അറിയോ? നമ്മളുടെ ഹൃദയത്തിൽ അതിന്റെ സ്നേഹം ഒന്ന് നിറയുമ്പോൾ അത് നിറഞ്ഞു കവിഞ്ഞ് ഓവർഫ്ലോ ചെയ്ത് മറ്റുള്ളവരിലേക്ക്, അത് നമ്മള് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ജീവിത പങ്കാളിയിലേക്ക്, ഭാര്യയോട് ഭർത്താവിനോടുള്ള നമ്മുടെ സ്നേഹബന്ധം, കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ സമീപനം, അപ്പനമ്മമാരോടുള്ള നമ്മുടെ സമീപനം, നമ്മളുടെ സഹോദരങ്ങളോടുള്ള സമീപനം, നമ്മള് ജോലി ചെയ്യുന്നവരുടെ സമീപനം, അങ്ങനെ നമ്മളുടെ പാനപാത്രം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നു. യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം അത് ആ കർത്താവുമായിട്ടുള്ള ഒരു രഹസ്യമായിട്ടുള്ള ഒരു ജീവനാണ്. കർത്താവുമായിട്ടുള്ള ആ ഒരു, നമ്മൾ ഇന്ന് പാടിയതുപോലെ മണിയറയിൽ തിട്ടമായി ചേർത്തിടുന്നു എന്നൊക്കെ നമ്മൾ പാടി. കർത്താവായിട്ട് രഹസ്യമായിട്ട് അതിവിശുദ്ധ സ്ഥലത്ത് ഞാനും എന്റെ കർത്താവ് മാത്രമുള്ള ഒരു ആദ്യ സ്നേഹത്തിന്റെ രഹസ്യ ബന്ധമാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു ആകത്തുക. എന്നാൽ അത് നിറഞ്ഞു കവിഞ്ഞ് ഈ അതിപരിശുദ്ധ സ്ഥലത്ത് ആത്മാവില് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിഞ്ഞ് അത് എങ്ങോട്ട് ഒഴുകും? ദേഹിയിലോട്ടും ദേഹത്തിലൂടെ ഒഴുകും എന്ന് പറഞ്ഞാൽ എന്റെ ചിന്തകളും എന്റെ വികാരങ്ങളും എന്റെ തീരുമാനങ്ങളും എല്ലാം ഈ പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിന്റെ ഒഴുക്കില്, ആ പ്രവാഹത്തില്, നമ്മളെ പ്രവാഹത്തെ കുറിച്ചുള്ള ആ ഒരു പാട്ടൊക്കെ പാടാറുണ്ട്. പ്രവാഹം ഒഴുക്കണമേ എന്നിൽ എന്ന് പറഞ്ഞ ആ സ്നേഹത്തിന്റെ പ്രവാഹം നമ്മൾ ഒഴുകി അത് നമ്മളുടെ ചിന്തകളെയും, നമ്മൾ ദേഹി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ അവിടെ ഉള്ളത്? നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളും നമ്മുടെ തീരുമാനങ്ങളും എല്ലാം ആ പ്രവാഹത്തിൽ അത് നമ്മളുടെ തീരുമാനങ്ങളെല്ലാം കർത്താവിന്റെ സ്നേഹത്തിന്റെ തീരുമാനങ്ങളായി മാറുമ്പോൾ ആ തീരുമാനങ്ങളുടെ ബേസിസിൽ, ആ ഡിസിഷൻസിന്റെ ബേസിസിലാണ് നമ്മുടെ ശരീരം എങ്ങനെ ഉപയോഗിക്കുന്നു. ദേഹിയിൽ നിന്ന് അത് കവിഞ്ഞൊഴുകി ദേഹത്തിലേക്ക് പോകുന്നു. ആത്മാവ്, ദേഹി, ദേഹം. നമ്മള് 1 Thessalonians 5:21 നമ്മളെപ്പോഴും വായിക്കുന്ന വാക്യമാണ്. അപ്പൊ നമ്മള് കർത്താവിനെ എങ്ങനെ, നമ്മളിപ്പോ ഇന്ന് എന്താ പറഞ്ഞു വരുന്നേ? നമ്മള് കർത്താവിന് മുമ്പാകെയുള്ള നമ്മുടെ സൽപ്രവൃത്തികൾ, നമ്മളത് കൊടുക്കുന്ന കാര്യമാകട്ടെ, പ്രായോഗികമായിട്ടുള്ള നമ്മുടെ സൽപ്രവൃത്തികളുടെ ഓരോ കാര്യങ്ങളും ആവട്ടെ, അത് എങ്ങനെ അതിന്റെ ഉറവ എങ്ങനെ? അത് കർത്താവിൽ നിന്ന് തുടങ്ങണം. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നിറഞ്ഞു കവിഞ്ഞ് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ത്രൂ ഹിം, അത് നമ്മൾ റോമർ 11:36 നമ്മൾ വായിച്ച്, ആ കർത്താവിന്റെ ശക്തിയാണ്. കർത്താവിന്റെ ശക്തിയാൽ എന്ന് പറയുന്നത് എങ്ങനെയാ? ആദ്യം കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിൽ നിറച്ച് അത് നമ്മുടെ ചിന്തകളെ നവീകരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മുടെ ചിന്തകൾ, കഴിഞ്ഞ രണ്ടാഴ്ച നമ്മുടെ ചിന്തകൾ എങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് വരണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചിന്തകൾ നവീകരിക്കപ്പെട്ട് നമ്മളുടെ വികാരങ്ങള്, നമ്മളുടെ ഒരു ആവശ്യത്തിലിരിക്കുന്ന ആളെ കാണുമ്പോൾ നമുക്കൊരു മനസ്സലിവ്, നമ്മുടെ വികാരങ്ങള്
കർത്താവിന്റെ ആ ഒരു പരിശുദ്ധാത്മാവിന്റെ അധീനതയിലേക്ക് വരുന്നു. പിന്നെ നമ്മളുടെ തീരുമാനങ്ങൾ, നമ്മുടെ വിൽ പവറിൽ നമ്മൾ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നു, നമ്മള് ഇത് തീരുമാനങ്ങൾ എടുക്കുന്നു, ആ തീരുമാനങ്ങളുടെ ബേസിസിൽ ആ വിൽ പവറിനോട് ബന്ധപ്പെട്ട നമ്മുടെ ബോഡി, നമ്മുടെ ദേഹം, ദേഹിയിലാണ് വിൽ പവർ ഇരിക്കുന്നത്, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി. ആ ഡിസിഷൻ നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ഫംഗ്ഷൻ ആണത്. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, നമ്മുടെ വിൽ പവർ, നമ്മുടെ ഇച്ഛാശക്തി അല്ലെങ്കിൽ ഇച്ഛ. അപ്പൊ അത് ആ വിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, നമ്മുടെ ദേഹം കൊണ്ട് ഇത് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളത്തിൽ, നമ്മുടെ ആത്മാവിൽ വന്ന് നിറഞ്ഞു കവിഞ്ഞ് നമ്മുടെ ദേഹിയിലൂടെ, നമ്മുടെ ദേഹത്തിലൂടെ അത് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോഴാണ്, ഈ പാനപാത്രം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോൾ എന്തായിട്ട് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നത്. ഇവിടെയും നമ്മൾ ആ ഒരു ഓവർഫ്ലോ ചെയ്തു എന്നുള്ളൊരു കാര്യം, അത് മലയാളത്തിൽ അത് അത്ര ക്ലിയർ ആയിട്ട് ആ ട്രാൻസ്ലേഷൻ വന്നില്ലെന്ന് തോന്നുന്നു. രണ്ടാമത്തെ വാക്യത്തിൽ, ഇവിടെ നമ്മളിപ്പോ 2 കൊരിന്ത്യർ 8 ഉള്ളത്, ഇവിടെ അവരുടെ സന്തോഷം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയ കാര്യമാണ് വായിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ വാക്യം കൂടി ഞാൻ വായിക്കാം. നമ്മളിപ്പോ എവിടെ ഉള്ള കറന്റ് ലൊക്കേഷൻ 2 കൊരിന്ത്യർ 8 1 വാക്യം. എല്ലാവരും എടുത്തോ? 2 Corinthians, എല്ലാവരും എടുത്തു അല്ലേ? 2 കൊരിന്ത്യർ 8 1 വാക്യം. സഹോദരന്മാരെ, മക്കദോനിയ സഭകൾക്ക് ലഭിച്ച ഒരു ദൈവകൃപ, അവർക്കൊരു വലിയ ദൈവകൃപ ലഭിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ ലോട്ടറി അടിച്ചെന്നാണ് പറഞ്ഞു വരുന്നത്. ഇല്ല, അവര് മറ്റുള്ളവർക്ക് കൊടുത്ത കാര്യം, അവരുടെ സൽപ്രവർത്തികൾക്കായിട്ട് അവർക്ക് ദൈവകൃപ ലഭിച്ച കാര്യം പറയുന്നത്. ഇപ്പൊ അവർക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുക. ഈ കൊരിന്ത് സഭയിലുള്ള സഹോദരങ്ങളോട് എന്താ ആത്മീയ പിതാവായിട്ടുള്ള പൗലോസ് അപ്പോസ്തലൻ മക്കെദോന്യ സഭയിലെ ആ മാതൃക അവർക്ക് പറഞ്ഞു കൊടുക്കുക. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരെന്തോ വലിയ കോടീശ്വരന്മാരായിരുന്നു എന്നുള്ളതല്ല, അവർക്കും പല കഷ്ടങ്ങളും കഠിന ശോധന, ഗ്രേറ്റ് ഓർഡിയൽ ഓഫ് അഫ്ലിക്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മള് അങ്ങ് ഏറ്റവും അങ്ങ് ലക്ഷറിയസ് ആയി കഴിഞ്ഞിട്ട് എല്ലാം ഒന്നിനും മുട്ടില്ല, ഒന്നിനും കുറവില്ലാതായിട്ട് ഞാൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ല, മറിച്ച് നമ്മള് ഏതൊരവസ്ഥയിലും കർത്താവ് എന്താണോ പറയുന്ന ആ കാര്യങ്ങൾ കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് ഞാൻ എന്നതിനെ ഏൽപ്പിച്ചു തരുന്നു. ഞാനും എനിക്കുള്ള പണമോ എനിക്കുള്ള വസ്തുവകളോ ഒന്നും എന്റെ അല്ല കർത്താവ്. അതാ കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും, അതാ അബണ്ടൻസ് ഓഫ് ജോയ്, അവരുടെ സന്തോഷം, ഈ ആത്മാവിലെ പരിശുദ്ധാത്മ നൽകിയ സന്തോഷം എങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞു? അവരുടെ വികാരങ്ങളിലും തീരുമാനങ്ങളിലും, ചിന്തകളിലും വികാരങ്ങളിലും തീരുമാനങ്ങളിലും നിറഞ്ഞു കവിഞ്ഞ് അതങ്ങ് അവരുടെ പ്രവൃത്തിയിൽ അത് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകി എന്നുള്ള കാര്യം പറയുന്നത്. അബണ്ടൻസ് ഓഫ് ജോയ് ആൻഡ് ഡീപ് പോവർട്ടി ഓവർഫ്ലോഡ് എന്നാ പറയുന്നത്. അതാ മലയാളത്തിലെ സന്തോഷ സമൃദ്ധി മഹാദാരിദ്ര്യവും, സന്തോഷ സമൃദ്ധി ഉണ്ട്, പക്ഷെ അതിന്റെ കൂട്ടത്തില് മഹാദാരിദ്ര്യം, ഡീപ് പോവർട്ടി ഉണ്ട്. അത് ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി തീർന്നു. ആ ധാരാളം എന്നുള്ള വാക്ക് ധാരാളം കാരണമായി തീർന്നു എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന മലയാളത്തിൽ അങ്ങനെ. ഇംഗ്ലീഷില് ഓവർഫ്ലോഡ് ഇൻ ദ വെൽത്ത് ഓഫ് ദി ലിബറാലിറ്റി. ഓവർഫ്ലോഡ്, അത് ഗ്രീക്കിൽ നമ്മൾ നോക്കുമ്പോൾ പെരീസിയോ എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതിന്റെ എക്സാക്ട്ലി അർത്ഥം ഓവർഫ്ലോ, എബൗണ്ട്. ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ടാങ്ക്, വാട്ടർ ടാങ്ക് ഓവർഫ്ലോ. ഇന്ന് പിന്നെ ഓരോ ഓട്ടോമാറ്റിക് സെൻസർ ഒക്കെ ഉള്ളതുകൊണ്ട് പല ടാങ്കും ഓവർഫ്ലോ ആവത്തില്ല. അതിൻ്റെ അകത്ത് ഒക്കെ നമുക്ക് അറിയാം എന്താ, കുറച്ച് കഴിയുമ്പോൾ ടാങ്ക് നിറഞ്ഞ് മോട്ടോർ ഓഫ് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ ഓടും. അപ്പൊ ഇത് ഓവർഫ്ലോ ചെയ്യുന്നു, അതാ പെരീസിയോ. ഓവർഫ്ലോ, എബൗണ്ട്, എക്സൽ, എക്സീഡ്, എബൗണ്ടിങ് ഈസ് യൂസ്ഡ് ഓഫ് എ അതെ is used of a flower giving flower bud to full blossom. ഒരു ആ എബൗണ്ടിങ് ഉള്ള വാക്ക് ഒരു മൊട്ട് പൂവായി, ഒരു പൂമൊട്ട് പൂവായി തീരുന്നത് പോലെ, അതുപോലെ അങ്ങ് എബൗണ്ട് ചെയ്യുന്ന ഒരു കാര്യം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സന്തോഷം നിറഞ്ഞു കഴിയുന്നുണ്ടോ? നമ്മളുടെ ക്രിസ്ത്യ ജീവിതം, കർത്താവായിട്ടുള്ള ഒരു നടപ്പില് വലിയൊരു സന്തോഷം, വലിയൊരു നന്ദി, അത് നിറഞ്ഞു കവിഞ്ഞ് അത് മറ്റുള്ളവർക്കൊരു നന്മ ചെയ്യുവാന്, അതിപ്പോ ഈ കൊടുക്കുന്ന കാര്യം മാത്രമല്ല നമ്മൾ ഈ പറയുന്നത് എല്ലാ കാര്യങ്ങളും. അതായത് മറ്റുള്ളവരോടൊരു, നമ്മളുടെ ഭാര്യയോട് ഭർത്താവിനോട് ഒരു സ്നേഹമുള്ള ഒരു വാക്ക് പറയാന്, ഒരു ഉത്സാഹം, ഒരു നന്ദി വാക്ക് പറയാൻ, കുഞ്ഞുങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ. ശരിയാണ്, നമ്മൾ അവരെ തിരുത്തേണ്ടപ്പോൾ തിരുത്തണം. എന്നാൽ ബാക്കിയുള്ള സമയത്ത്, തെറ്റിയാത്ത സമയത്തൊക്കെ നമ്മളൊരു നല്ല വാക്ക് പറയാനും അവരെ ഉത്സാഹിപ്പിക്കാനും, അങ്ങനെ നമ്മളുടെ സന്തോഷ സമൃദ്ധി നിറഞ്ഞു കവിയുന്നുണ്ടോ? അതാ ഇവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ഔദാര്യത്തിന്റെ ധനത്തിൽ കവിഞ്ഞൊഴുക്കുമാറാക്കി എന്ന് ഞാൻ
മലയാള ട്രാൻസ്ലേഷൻ എന്റെ സത്യവേദ പുസ്തകത്തിൽ ഒന്ന് തിരുത്തി എഴുതിയിട്ടുണ്ട്. മലയാള സത്യവേദ പുസ്തകത്തിൽ ട്രാൻസ്ലേഷൻ ചിലയിടത്തൊക്കെ നന്നായിട്ട്, ചിലയിടത്ത് NSBനെക്കാട്ട് നന്നായിട്ട് മലയാള സത്യവേദ പുസ്തകത്തിൽ ചിലയിടത്ത് ട്രാൻസ്ലേഷൻ ഉള്ളതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ ചിലയിടത്ത് ട്രാൻസ്ലേഷൻ കുറച്ചുകൂടെ ഒരു വ്യക്തമായിട്ട് ഇങ്ങനെ അതിന്റെ ഇംഗ്ലീഷിലുള്ള ആ ഒരു NSBയിൽ ഓഫ്ലോഡ് ഇൻ ദ വെൽത്ത് ഓഫ് ദി ലിബറാലിറ്റി, ആ സന്തോഷ സമൃദ്ധി മഹാദാരിദ്ര്യവും എന്താ ആ മഹാദാരിദ്ര്യവും ഔദാര്യത്തിന്റെ ധനം കവിഞ്ഞൊഴുക്കുമാറാക്കി. എന്നുവെച്ചാൽ അവര് വലിയൊരു ലിബറാലിറ്റി, ഒരു പിശുക്കോടെ അങ്ങനെയുള്ളൊരു കാര്യമില്ല, മറിച്ച് ഒരു സന്തോഷത്തോടെ അങ്ങനെ ഒരു കാര്യം. അത് നമ്മളത് ജ്ഞാനത്തോടെ എന്തെങ്കിലുമൊക്കെ സന്തോഷത്തോടെ എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉള്ളതെല്ലാം എടുത്ത് എവിടെങ്കിലുമൊക്കെ കൊടുത്ത് ഇങ്ങനെ ജ്ഞാനമില്ലാതെ എന്തെങ്കിലുമൊക്കെ വല്ല ചതിക്കുഴിയിലൊക്കെ ചെന്ന് പെടണമെന്നല്ല. ഈ അടുത്ത് തന്നെ ആരോ ഇതുപോലെ ഏതോ ചതിക്കുഴിയിൽ പെട്ട കാര്യം എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കൗൺസിലിങ്ങിന് വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു. ഏതോ ആർക്കോ ഇങ്ങനെ പറഞ്ഞ് ആശ്രമം കണ്ട് പറഞ്ഞ ആരോ വന്ന് ഇതുപോലെ ഏതാണ്ടൊക്കെ പറഞ്ഞ് ഏതാണ്ടൊക്കെ ഒത്തിരി എല്ലാം കൊടുത്തു, പിന്നെ അവസാനം എല്ലാം ഭയങ്കര ട്രാപ്പായിരുന്നു എന്നുള്ള കാര്യമൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്രിസ്തീയ ലോകത്ത് മുഴുവൻ. അപ്പൊ നമ്മൾ വളരെ ജ്ഞാനത്തോടെ വിശിഷ്ടത്തോടെ അത് കർത്താവിന്റെ പ്രേരണയോടെ കർത്താവിന്റെ ശക്തിയിൽ ഒഴിഞ്ഞൊഴിഞ്ഞ് കർത്താവിന്റെ നാമോഹത്തിനായിട്ട് വേറെ ആരും കാണിക്കാനോ ഒന്നുമല്ല. നമ്മുടെ മത്തായി 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നമ്മുടെ വലതുകൈ കൊണ്ട് ചെയ്യുന്നത് ഇടതുകൈ അറിയരുത്. അതുകൊണ്ടാണ് നമ്മുടെ ചേർച്ചസിലേക്ക് നമ്മൾ ഇതുപോലെ എന്ന് പറയുന്ന ഈ ഭിക്ഷപാത്രം മാതിരി എന്തെങ്കിലും ഈ ബാഗ്, ഓഫറിംഗ് ബാഗ് ഇങ്ങനെ കൊണ്ട് നടക്കാത്തത്. എന്താ ഞാനത് ഭിക്ഷപാത്രത്തെ അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. എന്താ വെച്ചാൽ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യം വെച്ചാൽ അത് നമ്മൾ കൊടുക്കുന്നത് അത് സീക്രട്ട് ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ പ്രിൻസിപ്പിൾ. മത്തായി 6-ാം അധ്യായത്തിൽ നമ്മൾ അതാ വായിക്കുന്നത്. അപ്പൊ പക്ഷെ അത് ഓരോരുത്തരുടെ മുമ്പിൽ കൊണ്ട് ബാഗ് നീട്ടി നിങ്ങൾ ഇട്ടോ അല്ലെങ്കിൽ ഒരു പരസ്യമായിട്ട് ഒരു പാത്രം വെച്ചിട്ട് ഒരു പാട്ട് പാടുമ്പോഴേക്ക് എല്ലാവരും വന്ന് ഇട്ടോളാൻ പറയുന്നതൊക്കെ ഇത് തീർത്തും ആന്റി ക്രിസ്ത്യൻ ആണ്. അത് ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അവിടെ ഒരു കമ്പൽഷൻ ഉണ്ട്, അവിടെ ഒരു എന്താണ് പറയുക, ഒരു സമ്മർദ്ദമുണ്ട്. അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, ബാക്കിയുള്ളവർ കാണുമോ ഞാൻ പറയട്ടെ, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചർച്ചസിലേക്ക് ഒരു ഓഫറിംഗ് ബോക്സ് ആയിട്ട് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ആരും കാണാതെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കുന്നത്, അത് പിന്നെ അന്വേഷിക്കുകയും കണ്ടെത്തും എന്ന് പറയുന്നത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യം. എന്ന് പറഞ്ഞാല് ആ ഓഫറിംഗ് ബോക്സ് നമ്മൾ സാങ്ക്രിന്ന് കേട്ടുള്ളത് പോലെ അതും അതിന് തന്നെ മാതൃകയാണ്. കർത്താവ് ആ ഭണ്ഡാരപ്പെട്ടിയുടെ അടുക്കിൽ ഇരുന്നുകൊണ്ടാണ് ആ വിധവ ഇടുന്ന 2 ചില്ലിക്കാശ്, 2 കോപ്പർ കോയിൻസ്, 2 മൈറ്റ്സ്, വിഡോസ് മൈറ്റ്സ് പ്രധാനം കാണാൻ സാധിച്ചത്. അവിടെ ഒരു ഓഫറിംഗ് ബോക്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു മാതൃക വെച്ചാണ് നമ്മുടെ ചർച്ചസിലേക്ക് ഞാൻ പറയുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എന്തോ എല്ലാവരും അങ്ങനെ ചെയ്തു അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല. പണ്ടാരോ എന്താ പൂജ ചെയ്യാൻ വേണ്ടി പൂച്ചയെ പിടിച്ച് കെട്ടിയ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഏതോ ഒരു സന്യാസി ഉണ്ടായിരുന്നു. അപ്പം സന്യാസി പൂജ ചെയ്യുമ്പോൾ ഒരു പൂച്ച വന്ന് ശല്യപ്പെടുത്തുമായിരുന്നു. അപ്പം സന്യാസി എന്ത് ചെയ്യും, പൂജ ചെയ്യുന്നതിന് മുമ്പായിട്ട് പൂച്ചയെ പിടിച്ച് കെട്ടിയിടുമായിരുന്നു. അപ്പൊ സന്യാസിയുടെ ശിഷ്യൻ ഇത് കണ്ടുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ സന്യാസി മരിച്ചുപോയി. പിന്നെയും പൂജ ചെയ്യുന്ന നേരത്ത് പൂച്ചയെ പിടിച്ച് കെട്ടി. കുറച്ച് കഴിയുമ്പോൾ പൂച്ച ചത്തുപോയി. അപ്പൊ നോക്കുമ്പോ പൂജ ചെയ്യുന്നതിന് മുമ്പ് ഈ പൂച്ചയെ പിടിച്ച് കെട്ടണമല്ല. അപ്പൊ അതുകൊണ്ട് അതിലൊരു പൂച്ചയെ പിടിച്ചോണ്ട് വന്ന് കെട്ടിയിട്ട് പൂജ ചെയ്തെന്ന് പറഞ്ഞാണ്. എന്നുവെച്ചാല് ഞാൻ എന്താ പറയുക വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ സൗകര്യങ്ങളെല്ലാം അങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല. മറിച്ച് എന്താണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ സൗകര്യങ്ങൾ നമ്മളെന്തോ ഏറ്റവും തികഞ്ഞവരോ അല്ലെങ്കിൽ നമ്മള് പെർഫെക്റ്റോ ബെസ്റ്റോ ഒന്നും അല്ല. കുറച്ച് നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾക്ക് നമ്മുടെ മുതിർന്ന സൗകര്യങ്ങൾക്ക് നേതാക്കന്മാർക്ക് ദൈവം കൊടുത്തിട്ടുള്ള ഒരു ദൈവജനത്തിലൊരു വെളിച്ചം. അപ്പൊ ആ ഒരു വെളിച്ചം പിൻപറ്റിക്കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു. അത് ബാക്കിയുള്ളവർ വിധിക്കാനോ താഴ്ത്തിക്കെട്ടാനോ അല്ല, മറിച്ച് വിവേചിച്ച് ഇത് അങ്ങനല്ല, ദൈവവചന പ്രകാരം അങ്ങനല്ല ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ അത് വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് പറയുന്നു എന്നുള്ളതാണ്. ഇന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തിനു പറഞ്ഞ ഒരു കണക്കൊന്നും ഇല്ലാതെ പല പണമൊക്കെ കൈക്കലാക്കി ഓരോരുത്തർ മുങ്ങുന്നതും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പത്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വായിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ആ ഒരു ബാബിലോണിന്റെ ഇടയിൽ ഒരു പുത്തൻ ജെറുസലേം ആകാനാകത്താണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ ആ ഒരു കൊടുക്കുന്ന കാര്യം മാത്രമല്ല. ഇപ്പൊ നമ്മളിപ്പം ഇവിടെ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്താ കൊടുക്കാനുള്ളത്, നിങ്ങളെ തന്നെ കൊടുക്കണ്ടേ. അത് നമ്മളെല്ലാവരും നമ്മളെ തന്നെ കൊടുക്കുകയും അത് കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും നമ്മുടെ ഒരു സൽപ്രവർത്തികൾ, ഗുഡ് വർക്ക്സ് എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിന്റെ ഒരു തീമാണ്. സൽപ്രവർത്തികൾ എന്ന് പറയുമ്പോൾ വാർത്തയെ പോലെ ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ വഴി തോന്നുന്നത് മനസ്സിൽ വരുന്നത് ചെയ്യുന്നതല്ല, മറിച്ച് മറിയത്തെ പോലെ കർത്താവിന്റെ ഇരുന്ന് കേട്ട് കർത്താവിനോടുള്ള സ്നേഹത്തിന് രഹസ്യമായിട്ട് വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യം. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഔദാര്യത്തിന് ധനമായിട്ട് കവിഞ്ഞൊഴുകി ഓവർഫ്ലോ ചെയ്തു എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. അവിടെ എന്താ അവരുടെ മാതൃക, നമ്മൾ എന്താ പറഞ്ഞു വന്നേ, അവർ കൊടുക്കുന്ന കാര്യമായാലും
ഏതൊരു സൽപ്രവൃത്തി ആയാലും അത് കർത്താവിൽ നിന്ന് തുടങ്ങി. അത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് ആ സ്നേഹം നിറഞ്ഞു കവിഞ്ഞ് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും തീരുമാനങ്ങളെയൊക്കെ സ്വാധീനിച്ച് ആ ആ ആ, അത് നമ്മള് അതൊരു പ്രവൃത്തിയായിട്ട് സൽപ്രവൃത്തിയായിട്ട് കവിഞ്ഞൊഴുകുന്ന ഓവർഫ്ലോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ ഒരു പാനപാത്രം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ സൽപ്രവൃത്തിയായിട്ട് നമ്മൾ വായിക്കുന്നത്. അപ്പം നമ്മള് ഇവിടെ എന്താ നമ്മൾ വായിച്ച് ആ 5-ാമത്തെ വാക്യത്തിൽ അവര് ആദ്യം തങ്ങളെ തന്നെ കൊടുത്തു. നമ്മളെ തന്നെ കർത്താവിന് കൊടുക്കാതെ നമ്മൾ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്താൽ അത് കർത്താവിന് പ്രസാദകരമാവൂ. നമ്മൾ അതിന്റെ ഒരു ഉദാഹരണം കണ്ടു. എന്താ, ഹാബേലിന്റെയും കയീന്റെയും കാര്യം. ഹാബേല് എന്ത് ചെയ്തു? ഹാബേല് രക്തം കൊണ്ടുവന്നത് കൊണ്ട് ഹാബേല് യാഗത്തിൽ പ്രസാദിച്ചു എന്ന് അങ്ങനെ വചനം ഇന്റർപ്രറ്റ് ചെയ്യുന്ന പല സഹോദരങ്ങളുണ്ട്. പലരും അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ നമ്മള് നമ്മള് സാങ്ക്രിന്നൊക്കെ തന്നെ കേട്ടിട്ടുള്ളത് പോലെ, സാങ്ക്രിന്ന് കേട്ടിട്ടുള്ളത് കൊണ്ടല്ല, വചനത്തിൽ അങ്ങനെ ആയിരിക്കുന്നതുകൊണ്ട് എന്നുവെച്ചാല് ലേവ്യ പുസ്തകത്തില് എല്ലാ യാഗങ്ങളിലും രക്തം വേണമെന്നില്ല. അവിടെ താങ്ക്സ് ഗിവിംഗ് ഓഫറിംഗ് ആയിട്ടുള്ള യാഗങ്ങളിലെ മീൽ ഓഫറിംഗ് അങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ള യാഗങ്ങളിൽ രക്തം വേണമെന്നില്ല. അപ്പൊ രക്തമില്ലാത്ത യാഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പം രക്തമില്ലാത്തതുകൊണ്ട് കയ്യിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാഞ്ഞതല്ല, മറിച്ച് കയ്യിന് ഒരു യാഗം കൊണ്ടുവന്നു, ഹാബേല് ബെസ്റ്റ് ആയിട്ടുള്ളത് കൊണ്ടുവന്നു. എവിടെ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ വായിച്ചു ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ അവിടെ ആ വചനത്തിൽ തന്നെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മളത് സൗരങ്ങൾ നമ്മൾ പലപ്പോഴും വ്യക്തമായിട്ട് നമ്മളത് കേട്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? അതിന്റെ 3-ാമത്തെ വാക്യം, ഹാബേൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനുമായിരുന്നു. രണ്ടുപേർക്ക് രണ്ട് പ്രൊഫഷൻ ആയിരുന്നു. ഒരാള് ഷെപ്പേർഡ് ആയിരുന്നു, മറ്റേ ആൾ എന്തായിരുന്നു? കൃഷിക്കാരൻ, ഒരു ഫാമർ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ 3-ാമത്തെ വാക്യം, അതെ, കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഒരു വഴിപാട്, എന്തെങ്കിലുമൊക്കെ വഴിപാട്, ദൈവത്തിന് വഴിപാട് കൊടുക്കണമെന്ന് ആദാം ഹവ്വയിൽ നിന്ന് ആര് കേട്ടിട്ടുണ്ട്? ഈ കയീനും ഹാബേലും കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കെയിൻ ബ്രോട്ട് ആൻ ഓഫറിംഗ് ടു ദ ലോർഡ് ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ദ ഗ്രൗണ്ട്. ദൈവത്തിന് എന്തെങ്കിലും ഒരു വഴിപാട് കൊടുക്കണം. ഞായറാഴ്ച എങ്ങനെയെങ്കിലും ഒന്ന് ചർച്ച വരണം, എങ്ങനെയെങ്കിലും ഇട ദിവസം ഇരിക്കുന്ന നാള് കാണിക്കണം, എങ്കിലും എല്ലാ ദിവസവും ബൈബിൾ വായിച്ചു നിന്ന് ഒന്ന് മനസാക്ഷിക്കുത്ത് മാറ്റണം, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒരു മിനിമം അജണ്ട. അതായത് അയ്യോ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ സൗരങ്ങൾ എന്തെങ്കിലും ചോദിക്കത്തില്ല എന്ന് വിചാരിച്ച് നമ്മളൊരു ആക്കാനും വേണ്ടി ഒക്കാനിക്കുന്ന പോലെ ഒരു കെയിൻ ഓഫറിംഗ് കൊണ്ടുവന്നു. എന്നാൽ എന്താ കൊണ്ടുവന്നത്? കെയിൻ ബ്രോട്ട് ആൻ ഓഫറിംഗ്, എന്തോ കൊടുക്കല്ലേ ഏതാണ്ട്. അപ്പൊ എന്തായാലും കുറച്ച് വലിയ ഗുണമൊന്നും ഇല്ലാത്ത ഏതാണ്ടൊക്കെ കുറച്ച് എടുത്തോണ്ട് വന്ന് ദൈവത്തിന് വേണ്ടി ഞാനും വലിയ യാഗം കഴിക്കുന്നു എന്നുള്ളൊരു ഭാവത്തിൽ ഇവിടെ നിൽക്കുവാണ്. നമ്മളുടെ അനന്യ സഫേറയെ പോലെ അവര്, അനന്യ സഫേറിന്റെ കാര്യമൊക്കെ നമ്മുടെ അപ്പോസ്തലപ്രവൃത്തികൾ 5-ാം അധ്യായത്തിൽ നമുക്കറിയാം. അവര് ഒരു വ്യാജഭാവം കാണിച്ചു, ദൈവത്തിന് വേണ്ടി എല്ലാം കൊടുക്കുന്ന രീതിയിൽ. അവിടെ എല്ലാം കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടല്ല, പക്ഷെ അവര് ഒരു അഭിനയമായിരുന്നു. നമ്മളെല്ലാം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു എന്നുള്ള ഒരു അഭിനയത്തിൽ ആ ഒരു അവസ്ഥയിലുള്ള അവര് ദൈവം ന്യായം വിധിച്ചതുപോലെ കയ്യിന് ഒരു ബ്രോട്ടാൻ ഓഫറിംഗ്, ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേൽ എന്താ ചെയ്തേ? ഹാബേലും 4-ാമത്തെ വാക്യം കണ്ടോ? ജെനസിസ് 4:4. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. അപ്പൊ നമ്മള് ദൈവത്തിനായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പം അത് എന്താ കർത്താവേ, അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, ഏറ്റവും നമ്മളുടെ സമയം, നമ്മളുടെ നമ്മളെ കർത്താവിന്റെ കൂടെ വചനമായിട്ട് ഇരിക്കാനുള്ള ഒരു സമയമാവട്ടെ, ദൈവത്തിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും കർത്താവ് ഏറ്റവും അങ്ങേക്ക് എന്താണ് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുവാൻ, അതാ കടിഞ്ഞൂലുകളിൽ നിന്ന്, അതാ ഓൺ ഹിസ് പാർട്ട് ഓൾസോ ബ്രോട്ട് ഓഫ് ദ ഫേസ്റ്റ്ലിങ്സ് ഓഫ് ഹിസ് ഫ്ലോക്സ്, കടിഞ്ഞൂലുകളിൽ നിന്ന് ഏറ്റവും ആദ്യത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, ആൻഡ് ഓഫ് ദി ഫാറ്റ് പോർഷൻസ്, ആരും കൊടുക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അത് ദൈവത്തിനായിട്ട്, അതായത് ഇബ്രാഹിം ഇസ്ഹാക്കിനെ സമർപ്പിച്ചു. ബാക്കി എന്ത് സമർപ്പിക്കാൻ പറഞ്ഞാലും, ഇനിയിപ്പോ സാറയെ സമർപ്പിക്കാൻ പറഞ്ഞാല് എബ്രാഹിമിന് അത്ര വിഷമം ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാ ഞാൻ അങ്ങനെ പറഞ്ഞല്ല കേട്ടോ, എബ്രാഹിമിനെ നമ്മൾ അങ്ങനെ കാണണ്ട. എന്നാ ഇസ്ഹാക്കിനെ സമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ എബ്രാഹിമിന് ചങ്കൊന്ന് പെടഞ്ഞു, അയ്യോ എന്റെ കുഞ്ഞ്, ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ച്, എത്ര കാത്തു നിന്ന് എനിക്ക് ദൈവം തന്ന വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത് പോലെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം നമ്മള് ഇപ്പൊ പൈസയുടെ കാര്യത്തിൽ ചിലപ്പോൾ നമുക്ക് അങ്ങ് കൊടുക്കുന്നതിന് വലിയ പ്രശ്നം കാണത്തില്ല. പക്ഷെ നമ്മുടെ സ്വന്തം ഇഷ്ടം, നമ്മളുടേതായ ചിലപ്പോൾ ഒരു ഇമേജ്, നമ്മളുടേതായ ഒരു മനുഷ്യമാനതയുടെതോ, അല്ലെങ്കിൽ നമ്മളുടേതായ ചില ഓരോ മേഖലകളിലുള്ള നമ്മളുടെ ഇഷ്ടം, അത് നമ്മളുടേതായ ഞാൻ എന്നുള്ള ആ ഒരു നമ്മുടെ ഒരു ഈഗോ,
അതങ്ങ് വിട്ടുകൊടുക്കാൻ, ഓ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, എന്നോടാണ് ഇങ്ങനെ സംസാരിച്ച്, അവര് അങ്ങനെയാണോ ചെയ്തത്, ഇങ്ങനെയാണ് നമ്മുടെ ഞാൻ എന്നുള്ളൊരു വിഗ്രഹമായിരിക്കും നമ്മളുടെ ആ ഒരു ഫസ്റ്റ്ലിങ്സ് നമ്മളായിട്ട് അർപ്പിക്കുന്നത്. നമ്മളെ തന്നെ കർത്താവിനും പിന്നെ ഞങ്ങൾക്കും കൊടുത്തു നമ്മുടെ ഒന്ന് രണ്ട് കൂടുതൽ ഏൽപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മള് അതുപോലെ ആ, കർത്താവ് കർത്താവിന് ഏറ്റവും വിലപ്പെട്ടതായിട്ട് നമ്മളെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ സുഗന്ധവ്യഞ്ജന ഭരണി ആരാ പൊട്ടിച്ചൊഴിച്ചത്? ബദനി മറിയം. ഏ ബദനിയിലും മറിയം എന്താ ചെയ്തേ? ആ, കർത്താവിന് വേണ്ടി കർത്താവ് ആ, തന്റെ വീട്ടിൽ വരുമ്പോ അവൾക്ക് അവിടെ ആ വീട്ടിലേക്ക് വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ളത്, ഓ അത് തന്നെ എന്റെ കർത്താവിന് കൊടുക്കണം എന്ന് പറഞ്ഞ് അവളെ തന്നെ 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 ഒരു ആരാധനയായിട്ട് ആ ആ ആ- ആ സുഗന്ധവ്യഞ്ജന ഭരണിയ സ്വച്ഛ ജടാമാംസി തൈലം എന്നൊക്കെ പ്യുവർ നാടൊക്കെ അലബാസ്റ്റർ വയൽ ഓഫ് പെർഫ്യൂം പൊട്ടിച്ചൊഴിക്കുന്ന രംഗമൊക്കെ നമ്മൾ യോഹന്നാൻ 12-ലും മത്തായി 26-ലും മർക്കോസ് 14-ലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സമർപ്പണമുണ്ടോ? യഥാർത്ഥത്തിലല്ല. കർത്താവ് എന്റെ ജീവിതത്തിലെ ഹാബേലിനെ പോലൊരു ഓഫറിംഗ് ആണോ എന്റെ ജീവിതത്തിൽ ഞാൻ കൊടുക്കുന്നത്? അതോ ആ, കൈനെ പോലെ ആണോ കൈനെ പോലെയാണോ അതോ ഹാബേലിനെ പോലെ ഫസ്റ്റ് തിങ്സ് കടിഞ്ഞൂലുകളിൽ നിന്ന് മേധസ് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു? അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നത് എന്താ? 4-ാമത്തെ ഭാഗത്തിൽ യഹോവ ഹാബേലിന്റെ വഴിപാട് പ്രസാദിച്ചു, അങ്ങനെയാണോ വായിക്കുന്നത്? വായിച്ചോ? എന്താ ഇവിടെ വായിക്കുന്നത്? യഹോവ ആദ്യം ആരില പ്രസാദിച്ചേ? ഹാബീലിൽ പ്രസാദിച്ചു, പിന്നെ അവന്റെ വഴിപാടില്. അവിടെ ജെനസിസ് എല്ലാവരും എടുത്തോ, കുഞ്ഞുങ്ങളൊക്കെ എടുത്തോ, ജെനസിസ് 4:4. ആദ്യം ഹാബീലിൽ പ്രസാദിച്ചു, ആ വഴിപാട് കണ്ട ഇവൻ ഏറ്റവും ബെസ്റ്റ് കൊണ്ടുവന്നല്ലോ, അതിൽ തന്നെയല്ലോ പ്രസാദിച്ചു. പക്ഷെ അതിന്റെ പിന്നിലുള്ള അവന്റെ ആ നല്ല ഹൃദയം, ദൈവത്തോടുള്ള ആ ഒരു സമർപ്പണം, നമ്മള് ആ ഒരു നല്ല ഹൃദയം, ആ ഒരു 5 അപ്പവും 2 മീനും, 5 യവത്തപ്പവും 2 മീനും ആ ബാലകൻ ഉണ്ടായിരുന്നുള്ളൂ. യോഹന്നാൻ 6-ാം അധ്യായത്തിലെ കാര്യം നമുക്കറിയാം. എന്നാൽ കാര്യങ്ങളൊക്കെ കർത്താവ് ഭക്ഷണത്തിന്റെ കാര്യം അന്വേഷിക്കുന്നു എന്ന് അറിഞ്ഞപ്പോ അവൻ എന്ത് ചെയ്തു? അവന് തനിക്കുള്ളതെല്ലാം കൂടെ അങ്ങ് തന്റെ മമ്മി ലഞ്ച് ബോക്സ് ആയിട്ട് പാക്ക് ചെയ്ത് അയച്ചതെല്ലാം കൂടെ കൊണ്ടുവന്ന് കൊടുത്തു. എന്താ അല്ലെങ്കിൽ ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി തരാമെന്ന് വിചാരിച്ചില്ല. ഓ യേശുവിനാണോ? അപ്പം യേശുവിന്റെ വചനം ഇത്ര നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിനാണെങ്കിൽ കർത്താവിനായിട്ട് നിന്നെ തന്നെ ദൈവം തരുന്നു എന്ന് പറഞ്ഞ് അവനെ അവനെ തന്നെ അങ്ങ് കൊടുത്തു. അവന്റെ കയ്യിലുണ്ടായിരുന്നു ഈ 5 യവത്തപ്പവും 2 മീനും കൊടുത്തതായിട്ട് നമ്മളവിടെ യോഹന്നാൻ 6-9 നമ്മൾ വായിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ ആ ഒരു ഹാബലിനെ പോലെ നമ്മളെ തന്നെ കൊടുക്കുന്ന ജീവനുള്ള യാഗമായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുവിൻ നമ്മളിവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുന്ന കാര്യം ഈ റോമർ 12-1 നമ്മെ തന്നെ സമർപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ടാ ദൈവത്തിന് ഹിതം ചെയ്യുന്ന കാര്യം ചെയ്യുന്ന കാര്യം റോമർ 12-2 പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ കൊടുത്താല് പരിശുദ്ധാത്മ നമ്മളിൽ ഒന്ന് നിറഞ്ഞ് നമുക്ക് കർത്താവിന്റെ കർത്താവിന്റെ പ്രേരണയിൽ കർത്താവിന്റെ ശക്തിയോടെ കർത്താവിന്റെ നാമോഹനത്തിനായിട്ട് ആ കാര്യങ്ങള് കർത്താവിന്റെ പരിപൂർണഹിതം, നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ആ പൂർണ്ണഹിതം തിരിച്ചറിഞ്ഞ് ചെയ്യുവാൻ, പ്രൂവ് ചെയ്യുവാൻ നമുക്ക് പറ്റത്തുള്ളൂ. അതാണ് നമ്മളിവിടെ വായിച്ചത്. ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവന്റെ വഴിപാടിലും. കയ്യിന്റെ വഴിപാട് കണ്ടിട്ട് പ്രസാദിച്ചില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ല, കയീനിൽ ആദ്യം പ്രസാദിച്ചില്ല. എന്താ? കയ്യിന്റെ ഹൃദയം എന്തായിരുന്നു? തന്റെ സഹോദരനോട് ഉള്ള കയ്പും വിദ്വേഷവും ഒക്കെ ആയിരുന്നു. അവന് ദൈവത്തിൽ നിന്ന് അകന്നവനായിരുന്നു. എന്നാൽ അവനൊരു റിലീജിയസ് വൈറ്റ് വാഷ്, അവനൊരു നാസ്തികൻ, അവനൊരു നിരീശ്വരവാദി അല്ലായിരുന്നു. നിരീശ്വരവാദി ആയിരുന്നെങ്കിൽ അവന് ഈ വഴിപാട് ആരും കാണാത്ത ദൈവത്തിനടുത്ത് ആര് ഇദ്ദേഹത്തിന് ഈ വഴിപാട് അർപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അവനൊരു നിരീശ്വരവാദി അല്ലായിരുന്നു. അവനൊരു എന്താ ദൈവവിശ്വാസമായ ഒരു മതഭക്തിയൊക്കെ ഉണ്ടായിരുന്നു അവന്. എന്നാൽ അവൻ സ്വന്തം കാര്യമാണ്, സ്വയമാകുന്ന വിഗ്രഹമായിരുന്നു, താൻ തന്നെ ആയിരുന്നു അവന്റെ ദൈവം. എന്നാൽ ഒരു മതത്തിന്റെ ഒരു പുറംപൂച്ച്, ഒരു മതഭക്തിയുടെ ഒരു റിലീജിയോസിറ്റിയുടെ ഒരു പുറംചട്ട അവനുണ്ടായിരുന്നു, ആട്ടിൻതോലുണ്ടായിരുന്നു എന്ന ഉള്ളിൽ ചെന്നായായിരുന്നു കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞത്. അപ്പം അങ്ങനെ കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. നമ്മൾ ഇതേ കാര്യം തന്നെ സദൃശ്യവാക്യത്തിൽ വായിക്കുന്നുണ്ട്. സദൃശ്യവാക്യത്തിൽ ദൈവം ആരുടെ യാഗത്തിലാണ് പ്രസാദിക്കുന്നതെന്ന് 2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. സദൃശ്യവാക്യം പ്രോവബ്സില് അതിന്റെ 15-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം കണ്ടിട്ടുണ്ടോ? സദൃശ്യവാക്യം 15:1 നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എന്താ കോപിക്കുന്ന ഉഗ്രകോപത്തിന്റെ മൃദുവായ ഉത്തരവ് കഠിനവാക്യത്തിന്റെ കാര്യം പറയാറുണ്ട്. അത് ഞാനത് കോറിലേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പറയുന്നത്. 15:1 നമ്മളെപ്പോഴും പറയാറുണ്ട്. 15-8 ഞാനിപ്പോ വായിക്കാൻ പോകുന്ന വാക്യം: ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്.
കയ്യിന്റെ ആ ഹൃദയത്തിന്റെ ദുഷ്ടത ദൈവത്തിന് അറിയായിരുന്നു. അത് യഹോവയ്ക്ക് വെറുപ്പ്. നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം. പ്രയർ ഓഫ് ദ അപ്രൈറ്റ് ഇസ് ഹിസ് ഡിലൈറ്റ്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പുറമേ ചെയ്യുന്ന കാര്യമല്ല, മറിച്ച് നമ്മളുടെ ഹൃദയത്തിന്റെ ഒരു ഭാവം. ആ വിധവയ്ക്ക് 2 ചില്ലിക്കാശേ ഉള്ളായിരുന്നു, എന്നാൽ അവൾക്കുള്ളത് ഉള്ളത് ദൈവത്തിനായിട്ടത് ചെയ്തതുപോലെ നമ്മൾ അതുപോലെ സദൃശവാക്യം 15:8 കണ്ടതുപോലെ സദൃശവാക്യത്തിൽ തന്നെ 21 അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ സദൃശവാക്യം 21 ഒന്നാമത്തെ വാക്യം നമ്മൾ എപ്പോഴും പറയുന്ന വാക്യ രാജാക്കന്മാരുടെ ഹൃദയം. എന്നാൽ ഇതിന്റെ 27 വാക്യം ഞാൻ വായിക്കുവാണെങ്കിൽ ഞാൻ എന്താ അത് കോറിലേറ്റ് ചെയ്ത് ഓർക്കാൻ വേണ്ടി, നമുക്ക് അറിയാവുന്ന വാക്യം കോറിലേറ്റ് ചെയ്ത് ഓർക്കാൻ വേണ്ടി 21 ഒന്നാമത്തെ വാക്യം നമ്മൾ പറയാറുള്ള വാക്യം. അതിന്റെ 27 വാക്യം എന്താ വായിക്കുന്നേ? ദുഷ്ടന്മാരുടെ ഹനനയാഗം വെറുപ്പാകുന്നു, അവൻ ദുരാന്തരത്തോടെ, അതായത് ദുഷ്ടമായ അന്തരത്തോടെ, ദുഷ്ടമായ മനസ്സോടെ അത് അർപ്പിച്ചാൽ എത്ര അധികം എന്നുള്ള കാര്യം. അതാണ് നമ്മൾ കയ്യിന്റെ കാര്യത്തില് ഹൗ മച്ച് മോർ വെൻ ഹി ബ്രിങ്സ് ഇറ്റ് വിത്ത് ഈവിൾ ഇന്റന്റ്. അപ്പൊ നമ്മളുടെ ജീവിതത്തില് ഇന്ന് നമ്മളെ തന്നെ കർത്താവിനായിട്ട് കൊടുത്തിട്ടുണ്ടോ? നമ്മളെ തന്നെ ഒരു ജീവനുള്ള യാഗമായിട്ട് കർത്താവിനായിട്ട് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ കൊടുക്കുമ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മെ തന്നെ ഒരു വട്ടപൂജ്യമായിട്ട്, ഒരു സീറോവായിട്ട് നമ്മൾ മുമ്പാകെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ വിശുദ്ധാത്മ നമ്മുടെ ഹൃദയത്തിൽ ഒന്നും നിറയും. കർത്താവിന്റെ സ്നേഹവും കർത്താവിന്റെ വലിയൊരു സന്തോഷവും സമാധാനവും ഒക്കെ. ആ സന്തോഷം നിറഞ്ഞ കവിഞ്ഞ്, ആ സന്തോഷത്തിന് സമൃദ്ധി നിറഞ്ഞ കവി സൽപ്രവൃത്തികളായിട്ട് ദൈവം നമുക്ക് വേണ്ടി മുന്നമേ നിയമിച്ചിരിക്കുന്ന സൽപ്രവൃത്തികൾ എവിടെ വായിക്കുന്നേ? എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ആ വാക്യം മനഃപ്പാഠമാക്കി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ സൽപ്രവൃത്തികൾക്കായിട്ട്. ഓരോ ദിവസവും നമ്മളിപ്പം എന്തെങ്കിലും ഒരു കോമൺ കോഴ്സിന് സഭയിൽ കൊടുക്കുന്ന കാര്യം എന്നുള്ളൊരു തീം അത് മാത്രമല്ല, എന്നാൽ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവം പല കാര്യങ്ങൾ, പല സൽപ്രവൃത്തികളും മുൻ നിയമിച്ചിരിക്കുന്നു. പലർക്കും പരിചയമുള്ള വാക്യെങ്കിലും എഫേസ്യ 2 അധ്യായത്തിലേക്ക് നമ്മളത് എടുത്തു. എഫേസ്യ 2 അധ്യായത്തിന്റെ 10 വാക്യം, Ephesians 2:10. Ephesians 2:8 രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെടുന്നത്? സൽപ്രവൃത്തികളാലാണ് രക്ഷിക്കപ്പെടുന്നത്? അല്ല, നമ്മള് കൃപയാലല്ലോ വിശ്വാസം മൂലം. നമ്മൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി നമ്മളെന്തോ സൽപ്രവൃത്തികളെ രക്ഷിക്കപ്പെടുന്നത്. അതൊക്കെ ഹീതൻ റിലീജിയൻസിൽ, അതായത് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ അല്ലാത്ത വ്യാജ മതങ്ങളിൽ പറയുന്ന കാര്യങ്ങളിലാണ്. നിങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്ത, നല്ല പ്രവൃത്തികളും ചീത്ത പ്രവൃത്തികളൊക്കെ തൂക്കി നോക്കിയിട്ട് ദൈവം നിങ്ങളെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എന്നൊക്കെ പറയുന്നത് അത് തെറ്റായ ഉപദേശ സംഹിതകളൊക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. കർമ്മമാർഗം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ദൈവവചനത്തിന് നമ്മൾ രക്ഷിക്കപ്പെടുന്ന കൃപയാല്, ദൈവത്തിന്റെ പ്രവൃത്തിയാല്, കൃപയാല് വിശ്വാസം മൂലം ആണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അതിന് നമ്മൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമാണത്. ഈ കൃപയാകട്ടെ വിശ്വാസമാകട്ടെ എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. നമ്മളെന്ന് റെസ്പോണ്ട് ചെയ്യുന്നു, പ്രതികരിക്കുന്നു. അപ്പൊ എന്നാ അതുകൊണ്ട് ആർക്കും നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല. അതിന്റെ 9 വാക്യം കണ്ടോ? എഫേസ്യ 2:9. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. എന്നാ നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, രക്ഷിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാ? സൽപ്രവൃത്തികൾക്കായിട്ടാ. സൽപ്രവൃത്തികൾ മൂലമല്ല രക്ഷിക്കപ്പെട്ടെ, സൽപ്രവൃത്തികൾ കാരണമല്ല രക്ഷിക്കപ്പെട്ടെ, എന്നാൽ സൽപ്രവൃത്തികൾക്കായിട്ടാ രക്ഷിക്കപ്പെട്ടെ. വി ആർ നോട്ട് സേവ്ഡ് ബൈ ഗുഡ് വർക്ക്സ്, ബട്ട് വി ആർ സേവ്ഡ് ഫോർ ഗുഡ് വർക്ക്സ്. ഇംഗ്ലീഷ് അധ്യാപകൻ അവിടെ ഇരിക്കുന്നുണ്ട്. എന്റെ അർത്ഥം എന്താ? നമ്മള് സൽപ്രവൃത്തികൾ മൂലമല്ല രക്ഷിക്കപ്പെട്ടെ, എന്നാൽ രക്ഷിക്കപ്പെട്ടത് സൽപ്രവൃത്തികളായിട്ട്. സൽപ്രവൃത്തികളായിട്ട് പറഞ്ഞാൽ യേശുവിനെ പോലെ ജീവിക്കാൻ. യേശുവിനെ പോലെ ജീവിക്കുമ്പോൾ അവിടെ എന്തുണ്ട്? സൽപ്രവൃത്തികളുണ്ട്. നമ്മളിപ്പം മറ്റുള്ളവരോട് കരുണയുള്ളൊരു വാക്ക് പറയുമ്പോഴും, നമ്മളൊരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴും എല്ലാം നമ്മളുടെ ജോലി ഉത്തരവാദിത്തങ്ങളും ഒക്കെ നമ്മൾ വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ, നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുമ്പോൾ, നമ്മൾ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴും മൊബൈലിലും ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ബാക്കി സ്നാപ്ചാറ്റും. ഇന്നലെ ഒരു പെൺകുട്ടി എൻ്റെ അമ്മ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇന്നത്തെ തലമുറയുടെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വല്ലാതൊരു ഞെട്ടലും ഇതൊക്കെ ഉണ്ടാകും. സ്നാപ്ചാറ്റിലൂടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത കാര്യങ്ങളും എന്തൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാ നമ്മൾ കേൾക്കുന്നത്. എന്താ ഓരോ ഇൻസ്റ്റഗ്രാം റീൽസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരെ കോണ്ടാക്ട് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം ചതിക്കുഴികളും കാര്യങ്ങളും ഒക്കെ ഇന്ന് ചുറ്റും ലോകത്തുണ്ട്. എന്നാൽ നമ്മളെ ദൈവം എന്തിനു വേണ്ടിയാ വിളിച്ചിരിക്കുന്നത്? അതാ നമ്മളിവിടെ എഫേസ്യ 2:10 നമ്മളിവിടെ വായിക്കുന്നേ, സൽപ്രവൃത്തികൾക്കായിട്ട്. കർത്താവ് എല്ലാം ഓൾറെഡി ഓർഡൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാ നമ്മളിവിടെ നാം അവന്റെ കൈപ്പണിയായിട്ട്, അവന്റെ വർക്ക്മാൻഷിപ്പായിട്ട്, അവന്റെ മാസ്റ്റർ പീസായിട്ട്. ഇപ്പം ലിയോ ടോൾസ്റ്റോയ് എന്ന് കേട്ടിട്ടുണ്ട്. ലിയോ ടോൾസ്റ്റോയുടെ മാസ്റ്റർ പീസ് എന്താ?
അറിയാം. വാർ ആൻഡ് പീസ്, യുദ്ധവും സമാധാനം എന്നുള്ള പുതിയ ഒരു ആ, ഒരു ആർട്ടിസ്റ്റിന്റെ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാല് കൈപ്പണി എന്ന് പറഞ്ഞാൽ അത് അവൻ ചെയ്ത ഏറ്റവും നല്ല വർക്ക്. ഇപ്പൊ ഒരു ആ, ലിയനാർഡോ ഡാവിഞ്ചിയുടെ മാസ്റ്റർ പീസായിട്ട് ഒരു ഈ ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുമല്ലോ എന്ന് പറയുന്നത് പോലെ ഇപ്പൊ രവീന്ദ്രനാഥ് ടാഗോറിന്റെ മാസ്റ്റർ പീസായിട്ട് ഗീതാഞ്ജലി എന്നൊക്കെ പറയുന്നത് പോലെ കർത്താവിന്റെ മാസ്റ്റർ പീസ് ആരാ? നമ്മൾ ഓരോരുത്തരും. അത് അങ്ങനെ നമ്മളിതിനെ കാണുമ്പോൾ ദൈവത്തിന്റെ വലിയൊരു കൈപ്പണിയായിട്ട്, ഒരു കരവിരുതായിട്ട് ഞാൻ എങ്ങനെയുള്ള ആളെയാ എന്റെ മാസ്റ്റർ പീസ്, എന്റെ സ്വരൂപം റിഫ്ലക്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അവിടെ രാമപുരത്ത്, അല്ലെങ്കിൽ പട്ടോളി മാർക്കറ്റിൽ, അല്ലെങ്കിൽ മുട്ടത്ത്, അല്ലെങ്കിൽ കൊല്ലത്ത്, കരുനാഗപ്പള്ളിയില്, അവിടെ ഈ ഇഴ ഇഴപ്പുഴയോ സ്ഥലത്തിന്റെ പേര് പറഞ്ഞത്, ഈങ്ങാപ്പുഴയില് ഓക്കെ, അവിടെ ശൂരനാട്, അടൂര്, ഏതെങ്കിലും സ്ഥലമൊക്കെ വിട്ടുപോയോ, കറ്റാനത്ത്, അവിടെ ഉള്ള അവിടെ എൻ്റെ കൈപ്പണിയായിട്ടുള്ളൊരു സഹോദരനെ, ഒരു സഹോദരി നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ എന്റെ സ്വഭാവം റിഫ്ലക്ട് ചെയ്യുന്ന ഒരു മാസ്റ്റർ വർക്ക്മാൻഷിപ്പ്, അതാ അത് നമ്മളോട് വായിക്കുന്നത്. ഹിസ് വർക്ക്മാൻഷിപ്പ് ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. നമ്മള് ക്രിസ്തുവിൽ ഒരു പുതു സൃഷ്ടിയാകുന്നു. ഒരുവൻ ക്രിസ്തുവിലായ പുതു സൃഷ്ടിയാകുന്നു, 2 കൊരിന്ത്യർ 5:17. അപ്പൊ ആ പുതു സൃഷ്ടി ആയി, അതായത് വീണ്ടും ജന്മം പ്രാപിച്ചത് എന്തിനു വേണ്ടിയാ? അത് കാരണമല്ല, നാം അവരെ കൈപ്പണിയായ സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ഈ സൽപ്രവൃത്തികൾ നമ്മളായിട്ട് ഇനി എന്തെങ്കിലും നമ്മളുടെ ഒന്നൊരു ബുദ്ധിയിൽ നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് എന്തൊക്കെ സൽപ്രവൃത്തികൾ ചെയ്യണം എന്നുള്ളതല്ല, മറിച്ച് അത് നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവൻ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പൊ അതായത് നമ്മളൊരു ഓഫീസിൽ ചെന്ന് ജോലി ചെയ്യുമ്പോൾ ഓരോ ദിവസം ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നമുക്ക് ഷെഡ്യൂൾ തന്നിട്ടുണ്ട്. ഇന്ന കാര്യം ഇന്ന ദിവസം ഇമ്മ്യൂണൈസേഷൻ, ഇവിടെ PHC-യിൽ ഇവർക്ക് അങ്ങനെ വെനസ്ഡേ ഇമ്മ്യൂണൈസേഷൻ ഡേ, ഇന്ന വേറെ ചില ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇന്ന ദിവസം ഇന്ന OPD, ഇന്ന ദിവസം ഇന്ന സ്പെഷ്യൽ OPD, ഇന്ന ദിവസം ഇന്ന ഔട്ട്റീച്ച്, ഇന്ന ദിവസം ഇന്ന വർക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ദൈവം നമുക്ക് ഓൾറെഡി എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ ദിവസവും നമ്മൾ ചെയ്തു പോരേണ്ടതിനായിട്ട് എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? നാം ചെയ്തു പോരേണ്ടതിന് പ്രിപ്പയർഡ് ബിഫോർ ഹാൻഡ് സോ ദാറ്റ് വി വുഡ് വാക്ക് ഇൻ ദം. മലയാളത്തിൽ ആ വാക്ക് ഇൻ ദം എന്നുള്ളൊരു വാക്ക് അവിടെ വന്നിട്ടില്ല എന്തോന്ന്. ക്രിസ്തു യേശു സൃഷ്ടിപ്പുരവ് നാം ചെയ്തു പോരേണ്ടതിന് അവൻ മുന്നൊരുക്കിയിരിക്കുന്നു. നാം അവയിൽ കൂടെ അങ്ങ് നടന്നാൽ മതി. ചെയ്തു പോരേണ്ടതെന്നുള്ളതാ, അതേ കൂടെ ചെയ്തു നടക്കേണ്ടതിന് നമ്മൾ കർത്താവിന്റെ കൂടെ കരം പിടിച്ച് നടക്കുക. ഓരോ ദിവസവും കരം പിടിച്ച് നടക്കുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ സംസാരിക്കണം, ആരെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്യണം, ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണം, ഓരോ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം, അതെല്ലാം കർത്താവ് ഓൾറെഡി എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് എത്ര വലിയൊരു ആശ്വാസമാണ്. നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ മാർത്തയെ പോലെ എന്തെങ്കിലുമൊക്കെ ഓടി നടന്ന് ചെയ്യേണ്ട, മറിച്ച് മറിയത്തെ പോലെ കർത്താവിൽ ഇരുന്ന് കർത്താവെ അതൊന്നും മിസ്സായി പോവാതിരിക്കാൻ, നമ്മൾ എന്തെല്ലാം മിസ്സാക്കി കാണുമായിരിക്കും നമ്മുടെ. പക്ഷേ ഇന്ന് നമുക്ക് മാനസാന്തരപ്പെടാൻ കർത്താവെ അതൊന്നും ഓരോ ദിവസവും അവിടുന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ വാക്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മള് വിക്ടറി ആ ഒരു കാര്യം, വാക്യം ലിവിംഗ് ബൈബിളിന്റെ പാരഫ്രൈസ് സങ്കീർത്തനം 139 വായിക്കാറുണ്ട്. 130 സങ്കീർത്തനത്തില് ലിവിംഗ് ബൈബിളിന്റെ ഒരു പാരഫ്രൈസ് ഉള്ള ഒരു വാക്യമുണ്ട്. അതിനകത്ത് നമ്മളുടെ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. 139 സങ്കീർത്തനത്തിന്റെ അതിന്റെ 16 വാക്യം എന്താ നമ്മൾ വായിക്കുന്നത്? ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോ, ഈ നാളുകളൊന്നും ഇല്ലാതിരുന്നപ്പം തന്നെ, അതായത് ഈ 2026 ഫെബ്രുവരി 8 എന്നുള്ള ഒരു ദിനമൊക്കെ ഇന്നാ ഉണ്ടായത്. എന്നാൽ അതൊക്കെ ഒന്നും ഇല്ലാതിരിക്കെ എന്താ ദൈവം ചെയ്തേ? അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അതെല്ലാം ദൈവം തന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ലിവിംഗ് ബൈബിളിൽ അതിന്റെ പാരഫ്രൈസ് എന്ന് പറഞ്ഞാൽ അവര് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ അല്ല, എന്നാൽ തോട്ട് ബൈ തോട്ട് അത് കുറച്ചുകൂടി പരാവർത്തനം ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തൊരു കമന്ററിയും അത് ലിവിംഗ് ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. യു സോ മീ ബിഫോർ ഐ വാസ് ബോൺ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് നീ എന്നെ കണ്ടു. അത് കഴിഞ്ഞിട്ട് യു ഷെഡ്യൂൾഡ് ഈച്ച് ഡേ ഓഫ് മൈ ലൈഫ് ബിഫോർ ഐ ബിഗാൻ ടു ബ്രീത്ത്. ഞാൻ ശ്വസിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ദൈവം എന്ത് ചെയ്തു? ദൈവം ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി. ഇവന് ഇന്ന ദിവസം ഇങ്ങനെ ചെയ്യണം, ഇന്ന ദിവസം ഇന്ന ചെയ്യണം, ഇന്ന കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ, ഇന്ന വർഷം അവൻ കർത്താവിനെ അറിയണം, ഇന്ന വർഷം അവന് ഇന്ന ജോലിയിൽ പ്രവേശിക്കണം, ഇന്ന പഠിത്തം, ഇന്ന കാര്യങ്ങൾ, അതെല്ലാം ദൈവം ഓൾറെഡി +2 കഴിഞ്ഞിട്ട് ഇന്ന കോഴ്സ് ജോയിൻ ചെയ്യണം. ജസ്റ്റിന് അതായിരിക്കും ഇപ്പൊ ചിന്തിക്കുന്നത്. ഞാൻ അപ്പൊ ദൈവം അതിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. യു ഷെഡ്യൂൾഡ് ഈച്ച് ഡേ ഓഫ് മൈ ലൈഫ് ബിഫോർ ഐ ബിഗാൻ ടു ബ്രീത്ത്. ഇപ്പം ഞാൻ ശ്വസിക്കുന്നതിന് മുമ്പേ ദൈവം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് കോഴ്സ് ചെയ്യണം, എന്ത് ജോലി പ്രവേശിക്കണം, എവിടെ ആരെ വിവാഹം കഴിക്കണം,
അല്ലെങ്കിൽ എത്ര കുഞ്ഞുങ്ങള്, അങ്ങനെ ഓരോ കാര്യങ്ങളും, നമ്മളുടെ വീട് പണിയുന്ന കാര്യമാവട്ടെ, വേറെ പല കാര്യങ്ങളൊക്കെ ദൈവം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എവറി ഡേ വാസ് റെക്കോർഡഡ് ഇൻ യുവർ ബുക്ക്. ദൈവം ഷെഡ്യൂൾ ചെയ്ത് എല്ലാം, ദൈവം ഈച്ച് ഡേ എവറി ഡേ വാസ് റെക്കോർഡഡ് ഇൻ യുവർ ബുക്ക്. കർത്താവിന്റെ ആ പുസ്തകത്തിൽ, കർത്താവിന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മനസ്സിൽ, കർത്താവിന്റെ മനസ്സാകുന്ന പുസ്തകത്തിൽ അതെല്ലാം ഷെഡ്യൂൾ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ഓരോ ദിവസവും കർത്താവെ ഞാൻ അങ്ങയുടെ കൂടെ നടക്കുമ്പോൾ, കർത്താവിന്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാങ്കല്പികമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമല്ല, മറിച്ച് നമ്മളെ തന്നെ കർത്താവിന് കൊടുക്കുക. അതാണ് നമ്മൾ ആദ്യം മുതൽ കേട്ടെ 2 Corinthians 8:5 നമ്മെ തന്നെ കർത്താവിന് കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവില് കർത്താവിന്റെ സാന്നിധ്യം നമ്മളുടെ കൂടെ ആയിരിക്കും. കർത്താവിന്റെ കൂടെ ആ സാന്നിധ്യത്തിൽ നല്ല മനസാക്ഷിയോട് നമ്മൾ നടക്കുമ്പോൾ കർത്താവ് നമുക്ക് തന്നെ കർത്താവിന്റെ പ്രേരണയിൽ നമ്മളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഒക്കെ കർത്താവിന്റെ പ്രേരണയിൽ ഓരോ കാര്യങ്ങളും കർത്താവിന്റെ നാമോദത്തിനായിട്ട് നമ്മൾ സംസാരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും തിരുത്തുകയും വഴി നടത്തുകയും നമ്മൾ ചെയ്തേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യുകയും ദൈവം നമുക്കായിട്ട് ദൈവം ജ്ഞാനത്തോടെ നമ്മളെ ഓർപ്പിക്കുന്ന ചില സൽപ്രവൃത്തികളും കാര്യങ്ങളും, എന്തെങ്കിലുമൊക്കെ പ്രായോഗികമുള്ള സഹായങ്ങളോ അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നമ്മളെ ചിലപ്പം ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് പലപ്പോഴും പല കപ്പിൾസ് കൗൺസിലിങ്ങിന് വരുമ്പോൾ അവർക്കുള്ള വലിയ പരാതി, ഡോക്ടറെ എല്ലാത്തിനും സമയമുണ്ട്, എന്റെ ഭർത്താവിന് എനിക്ക് വേണ്ടി മാത്രം സമയമില്ല എന്നാണ് ഭാര്യമാരുടെ പരാതി. ഞാനൊരു മൊബൈൽ ആയിരുന്നെങ്കിലും എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ചിലപ്പോഴും ഈ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുവാണ് എന്റെ ഭർത്താവ്. ചിലപ്പോൾ ഭർത്താക്കന്മാർക്കായിരിക്കും പരാതി, അവള് ഒത്തിരി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്റെ കൂടെ നിന്ന് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അതായിരിക്കും ഒരു പക്ഷേ നമ്മൾ സൽപ്രവൃത്തി എന്നൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മളെന്തോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മളുടെ ഭാര്യയുമായിട്ട് ഭർത്താവുമായിട്ട് ഒരു ക്വാളിറ്റി ടൈം, കുഞ്ഞുങ്ങളുമായിട്ടൊരു ക്വാളിറ്റി ടൈം, കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ ഒരുമിച്ച്, കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മുതിർന്ന മക്കളായിരിക്കും, കുഞ്ഞുങ്ങളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ടൈം. അങ്ങനെ അത് ദൈവം നമ്മൾക്ക് തരുന്ന ആ ഒരു പ്രേരണയും ഫ്രീഡം ഒക്കെ അനുസരിച്ച്, ശരിയാണ് ചില ദിവസങ്ങളിൽ നമ്മൾ വല്ലാതെ ബിസി ആയിരിക്കും, വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കർത്താവിനെ പോലെ നമ്മളാരും ബിസി ആയിട്ടില്ല. കർത്താവിന്റെ ബിസി ഷെഡ്യൂളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. യോഹന്നാൻ 6 അധ്യായത്തിലൊക്കെ മർക്കോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ദിവസമൊക്കെ കർത്താവ് എത്രമാത്രം ബിസി ആയിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ ശിരച്ഛേദം നടന്നു, കർത്താവ് എല്ലാവരും കൂട്ടി റെസ്റ്റ് എടുക്കാൻ പോകുന്ന വഴിയിലാണ്. മർക്കോസ് 6 അധ്യായത്തിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. റെസ്റ്റ് എടുക്കാൻ പോകുന്ന വഴിയിൽ ആൾക്കാരെല്ലാം കൂടെ കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നത്, പിന്നെ 5 കൊണ്ട് 5000 പേര് പോഷിപ്പിക്കുന്നു. അന്ന് രാത്രി കർത്താവ് പക്ഷെ പിന്നെ വീണ്ടും മലമുകളിലേക്ക് പോയി പ്രാർത്ഥിക്കുന്ന കാര്യം, അത്രയും ബിസി ഷെഡ്യൂളിൽ പിതാവിനോടൊപ്പമുള്ള ആ ഷെഡ്യൂള് കർത്താവ് മിസ് ചെയ്യാതെ, പിതാവിനോടൊപ്പമുള്ള അപ്പോയിന്റ്മെന്റ് മിസ് ചെയ്യാതെ പോയി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല മാതൃക കർത്താവ് നമുക്ക് മുമ്പേ വെച്ചിട്ട് പോയിരിക്കുന്നു. നമ്മളുടെ ഓരോ ദിവസവും കർത്താവ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മെ തന്നെ കർത്താവിന് കൊടുക്കാം, കർത്താവിന്റെ സ്നേഹത്തിൽ നിറയപ്പെടാം. കർത്താവ് നമുക്ക് വേണ്ടി മുന്നേ ഒരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾ, കർത്താവ് അതൊന്നും മിസ്സായി പോകാതിരിക്കാൻ. ഒരുപക്ഷെ നമ്മൾ പലതും മിസ്സാക്കിയിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് കർത്താവിനോട് മാപ്പി ചോദിക്കാം, മനസ്സാന്തരപ്പെടാൻ. കർത്താവ് അറിയായ്മയുടെ ദിനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് ടൈം വേസ്റ്റ് ചെയ്തു, ഫാമിലി ആയിട്ട് നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്തില്ല, കുഞ്ഞുങ്ങളുമായിട്ട് നല്ല ടൈം സ്പെൻഡ് ചെയ്തില്ല. സാക്ബർ പണ്ടൊരു ഉദാഹരണം പറഞ്ഞതുപോലെ നമുക്ക് കുഞ്ഞുങ്ങള് എന്തെങ്കിലും ഒരു ബ്രോക്കൺ ടോയ് ആയിട്ട് വരുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി സമയമില്ല. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ അവര് വളർന്ന് ടീനേജ് ആകുമ്പോൾ നമ്മൾ അവരോട് സമയം ചോദിക്കുമ്പോൾ, എനിക്ക് പപ്പയ്ക്ക് സമയമില്ല, എനിക്ക് മമ്മിക്ക് സമയമില്ലെന്ന് പറയും. എന്ന് വെച്ചാൽ അവർക്ക് സമയം കൊടുക്കേണ്ട സമയത്ത് അവർക്ക് സമയം കൊടുക്കാതിരുന്ന പിന്നെ അവര് മുതിർന്നു കഴിയുമ്പോൾ അവർക്ക് പിന്നെ നമ്മളോടൊപ്പമുള്ള സമയമൊന്നും വേണ്ടാതെ വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് മാനസാന്തരപ്പെടാൻ. കർത്താവ്, ഞാനൊരു പിതാവെന്ന നിലയിൽ, മാതാവെന്ന നിലയിൽ കുഞ്ഞുങ്ങളുള്ള ഉത്തരവാദിത്വത്തില് കർത്താവ്, ഞാൻ അവർക്ക് വേണ്ടി ക്വാളിറ്റി ടൈം കൊടുക്കേണ്ട സമയത്ത് ഞാൻ ടൈം വേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നമുക്ക് അറിയായ്മയുടെ കാലങ്ങളൊക്കെ കർത്താവ്, എനിക്ക് വേണ്ടത്ര വെളിച്ചമില്ലായിരുന്നു, എനിക്ക് വെളിച്ചം ഉണ്ടായിട്ട് കർത്താവ് ഞാൻ അവഗണിച്ചു, എന്നോട് മാപ്പാക്കണമെന്ന് നമുക്ക് ചോദിക്കാം. നമ്മൾ എന്തെല്ലാം സൽപ്രവൃത്തികൾ കർത്താവ് നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, എത്രയൊക്കെ നമ്മൾ മിസ്സായിട്ടുണ്ടാവും. പലരോട് ചിലപ്പം സിറ്റുവേഷൻ പറയാനുണ്ടായിരുന്നിരിക്കാം, പലരെയും ഉത്സാഹിപ്പിക്കാനുണ്ടായിരുന്നിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ചില ബന്ധുക്കളെയോ ചില സുഹൃത്തുക്കളെയൊക്കെ ചിലപ്പം എന്തെങ്കിലും പല കാര്യങ്ങളും ദൈവത്തിന്റെ പ്ലാനിൽ ഉണ്ടായിരിക്കാം. നമ്മൾ പക്ഷേ കർത്താവിനോടുള്ള ഒരു കണക്ഷനിൽ ഇല്ലാതെ നമ്മൾ പലതൊക്കെ മിസ്സാക്കിയിട്ടുണ്ടായിരിക്കും. നമുക്ക് ദൈവമുമ്പാകെ മനസാന്തരപ്പെടുകയും കർത്താവിന്റെ മുമ്പാകെ, കർത്താവ് ഇനിയെങ്കിലും കർത്താവ് പുഴുക്കളൊക്കെ തിന്നുപോയ സംവത്സരങ്ങളെ തിരികെ തരണമേ എന്നും യോവേലിന്റെ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മൾ യഥാർത്ഥത്തിൽ മനസാന്തരപ്പെട്ട് വരുമ്പം യോവേൽ പ്രവചനത്തിലെ വാക്യം കൊണ്ട് വായിച്ചുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തട്ടെ. യോവേൽ 2:25 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ പല നഷ്ടബോധങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് വരികയാണ്. യോവേലിന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ യെഹെസ്കേലും ദാനിയേലും ഒക്കെ കഴിഞ്ഞ്, ഹോശിയ കഴിഞ്ഞിട്ട് യോവേലിന്റെ പുസ്തകം, യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തില് അതിന്റെ 13-ാമത്തെ വാക്യത്തിലൊക്കെ
മാനസാന്തരപ്പെടുന്ന കാര്യമാണ് പറയുന്നത്. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിയുവിൻ. അങ്ങനെ നമ്മൾ മാനസാന്തരപ്പെട്ട് വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവെ പല നാളുകളും സമയങ്ങളും ഒക്കെ നഷ്ടമാക്കിയല്ലോ കർത്താവെ. അങ്ങനെ ഒരു യഥാർത്ഥ മാനസാന്തരത്തോടെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഒക്കെ വരുന്ന കാര്യം അവിടെ നമ്മൾ യോബ് 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അങ്ങനെ നമ്മൾ വരികയാണെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? 25-ാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വിട്ടുകിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും, വലിയൊരു സൈന്യം ഉണ്ടായിരുന്നു. അത് കർത്താവിന്റെ മഹാസൈന്യം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ അയച്ച ചില മഹാസൈന്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലതും ഒക്കെ നഷ്ടങ്ങൾ വരുത്തി കാണും. എന്താ കർത്താവ് അനുവദിച്ചതാ? പല വെട്ടുക്കിളികളും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും ഒക്കെ വന്ന് തിന്നു കളഞ്ഞു. ഈ ഓരോ പുഴുക്കളൊക്കെ വന്ന് ക്രോപ്പ് തിന്നു കളഞ്ഞു. ആ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഐ വിൽ മേക്കപ്പ് ടു യു ഫോർ ദ ഇയേഴ്സ്. അത് കർത്താവിന്റെ ഒരു വാഗ്ദത്വമാണ്. നിങ്ങൾക്ക് വേണ്ടുവോളത്തിന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാൾ ലജ്ജിച്ചു പോകില്ല. നമ്മൾ ലജ്ജിച്ചു പോകാതെ വണ്ണം നമുക്ക് ശരിയാണ് കർത്താവിന് ആ സമയം മടക്കി തരാൻ ഒക്കെയില്ല. 2025 2026 ഫെബ്രുവരി 7-ാം തീയതിയോ കർത്താവിന് മടക്കി തരാൻ ഒക്കത്തില്ല. പക്ഷെ കർത്താവിന് ചില അവസരങ്ങൾ, ആ സംവത്സരങ്ങൾ അതിനുവേണ്ടി പകരമായിട്ട് നൽകുമെന്ന് പറയുമ്പോൾ ആ സമയം നമുക്ക് കിട്ടുന്നില്ല. പക്ഷെങ്കിലും ചില അവസരങ്ങൾ, ചില ഓപ്പർച്യൂണിറ്റീസ് വീണ്ടും ദൈവം നമുക്ക് തരും. നമുക്ക് മനസ്സന്തരത്തോടെ കർത്താവെ അവിടുന്ന് എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സൽപ്രവൃത്തികൾ നടക്കാൻ എന്നെ സഹായിക്കണം. അത് എന്തായാലും കർത്താവ് ചെയ്ത സൽപ്രവൃത്തികള് പുസ്തകങ്ങള്, ലോകത്തുള്ള പുസ്തകങ്ങളെല്ലാം എഴുതിയാലും മതിയാവത്തില്ലെന്നൊക്കെ യോഹന്നാൻ 21-ന്റെ അവസാനത്തെ ഭാഗത്തിൽ പറയുന്നത്. അതുപോലെ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച് നടന്ന കർത്താവിനെ നമ്മൾ അപ്പോസ്തലത്തിൽ 10-38 പത്രോസ് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പരിചയപ്പെടുന്ന അതുപോലെ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച് നടപ്പാൻ പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്ത് പലരെയും പിശാചിന്റെ കണ്ണിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് ദൈവം അവനോട് കൂടി ആയിരുന്നു. അതുകൊണ്ട് അവൻ കർത്താവിന്റെ സൽപ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞ വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ ഒടുവിൽ സഹോദരന്മാരെ എന്ന് പറയുന്നത് പോലെ അപ്പോസ്തലർ 10:38 കൂടെ വായിച്ചുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തട്ടെ. അപ്പോസ്തലർ 10:38 എന്താ പറയുന്നത്? അവിടെ കൊർന്നേലിയോസിന്റെ ഭവനത്തിലെ ജാതികളുടെ ഇടയിലേക്ക് ആദ്യമായിട്ട് സുവിശേഷം കടന്നു ചെല്ലുക. അവിടെ കർത്താവിനെ പരിചയപ്പെടുത്തുമ്പോൾ പഴയ നിയമത്തിൽ ഏതെങ്കിലും വാക്യം കോട്ട് ചെയ്തുകൊണ്ടല്ല, വെച്ചാൽ പഴയ നിയമം അറിയാത്ത കൊർന്നേലിയോസും ഭവനവും അവര് ജാതികളായിരുന്നു. എന്നാൽ അപ്പൊ കർത്താവിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ? യു നോ ജീസസ് ഓഫ് നാസറേത്ത്. നിങ്ങൾക്ക് യേശുവിനെ അറിയാവോ, നസ്രായനെ യേശുവിനെ അറിയാവോ? 38-ാമത്തെ വാക്യം കണ്ടോ? അപ്പോസ്തലർ 10:38 കർത്താവിനെ പരിചയപ്പെടുത്തുമ്പോൾ കർത്താവിന്റെ സൽപ്രവൃത്തികളെ അവിടെ പരിചയപ്പെടുത്തുന്നത്. നസ്രായനെ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും. അപ്പൊ നമ്മൾ ഈ സൽപ്രവൃത്തികൾ ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിനും ശക്തിയാലും ഉള്ള അഭിഷേകം നമുക്ക് വേണം. തുള്ളിച്ചാടാനുള്ള എല്ലാം മറിച്ച് അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടി ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ ചുറ്റുമുള്ളവർ പലരും ആത്മഹത്യയുടെ വക്കിലോ അല്ലെങ്കിൽ പല പിശാചിന്റെ പല ചതിക്കുടികളിലും കെണിക്കുടികളിലോ കെണിയിലോ ഒക്കെ ആയിരിക്കും. അപ്പോ നന്മ ചെയ്തൊരു ഉത്സാഹത്തിന് ഒരു നല്ല വാക്ക് പറയാൻ, മറ്റുള്ളവരെ കർത്താവിലേക്ക് ഗൈഡ് ചെയ്യാൻ, ഉത്സാഹിപ്പിക്കുവാൻ, ദൈവോന്മുഖമായിട്ട് അവരെ തിരിക്കാൻ തക്കവണ്ണം ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ, നന്മ ചെയ്ത് പിശാച് ബാധിച്ചവരെയൊക്കെ വിടുവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് വരുമ്പോ നമ്മള് അതിന്റെ 5-ാമത്തെ സ്റ്റാൻസയില് നമ്മൾ എന്താ പാടുന്നത്? 305-ാമത്തെ പാട്ടിന്റെ 5-ാമത്തെ സ്റ്റാൻസില് കുഞ്ഞാട്ടിൻ കാന്തയാം സഭയെ നന്നായി ഉയർത്തു നിൻ തലയെ, ശലോമിൻ രാജനാം പരനെ സ്വാഗതം ചെയ്യുക നിൻ പതിയെ. നമ്മളുടെ കാന്തനായിട്ടുള്ള കർത്താവിനെ നിറഞ്ഞ എണ്ണപാത്രത്തോടെ സ്വാഗതം ചെയ്യാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതം കർത്താവിനായിട്ട് നമ്മളെ കൊടുത്തിട്ടുണ്ടോ? യഥാർത്ഥത്തില് ആ ഒരു സമർപ്പണം കർത്താവിനായിട്ട് കൊടുത്താലേ ദൈവകൃപ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ വന്ന് നിറഞ്ഞു കവിഞ്ഞ് അത് സൽപ്രവൃത്തികളായിട്ട് ഒഴുകിയുള്ളൂ. നമുക്ക് ആ കർത്താവിന്റെ സ്നേഹത്തെയും കർത്താവിന്റെ വരവിനെയും എല്ലാം ഓർത്തുകൊണ്ട് നമ്മൾ തന്നെ ഒരു തയ്യാറെടുപ്പോടുകൂടി കർത്താവെ ഇനിയുള്ള കാലം ഇനി എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. കർത്താവെ ഇനി എത്ര ചുരുക്കം ദിവസങ്ങൾ അത് കർത്താവ് വ്യർത്ഥമാക്കി കളയാതെ കർത്താവ് കഴിഞ്ഞ അവസരങ്ങളൊക്കെ അവിടുന്ന് തുള്ളനും വീട്ടുകളിലൊക്കെ തിന്നതൊക്കെ അവിടുന്ന് മടക്കി തരും. ഞാൻ മാനസാന്തരപ്പെടുകയാണെങ്കിൽ ഇനിയും അവസരം പാഴാക്കാതെ കർത്താവെ അവിടുന്ന് ഓരോ ദിവസവും റെക്കോർഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ നിറവില് അങ്ങോട് അവിടുത്തെ കരം പിടിച്ച് ആണിപ്പെടുത്തുള്ളത്തിലെ കരങ്ങളെ പിടിച്ച് നടപ്പാൻ എപ്പോഴും ആത്മാവിൽ തന്നെ ആയിരിക്കാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള ഒരു സമർപ്പണത്തോടെ കർത്താവിനെ നോക്കി സന്തോഷത്തോടെ നമുക്ക് പാടാം.
തുമ്പങ്ങൾ തീർക്കുവാൻ വരുമേ അൻപാർന്നോരിൻ പരനുലകിൽ. തുമ്പങ്ങൾ തീർക്കുവാൻ വരുമേ എൻ പാടുകൾ അകന്നിടുമേ. ഞാൻ പാടി കീർത്തനം ചെയ്യുമേ. എൻ പാടുകൾ അകന്നിടുമേ. ഞാൻ പാടി കീർത്തനം ചെയ്യുമേ. നീതിയിൻ സൂര്യനാം മനുവേ ശ്രീശുഭൂമിയിൽ വരുമേ. നീതിയിൻ സൂര്യനാം മനുവേ ശ്രീശുഭൂമിയിൽ വരുമേ. ഭീതിയ കൂരിരുളകയും നീതി പ്രഭയും നിറയും. ഭീതിയാം കൂരിരുളകയും നീതി പ്രഭയും നിറയും. മുഴങ്ങും കാഹള ധ്വനിയിൽ ഉയർക്കുമി ഭക്തർ അഖിലം. മുഴങ്ങും കാഹള ധ്വനിയിൽ ഉയർക്കുമി ഭക്തർ അഖിലം. നാമൊരു നൊടിയിടയിൽ ചേരും പ്രാണപ്രിയനരികിൽ. നാമൊരു നൊടിയിടയിൽ ചേരും പ്രാണപ്രിയനരികിൽ. തൻ കൈകൾ കണ്ണുനീർ തുടയ്ക്കും. സന്താപങ്ങൾ പരിഹരിക്കും. തൻ കൈകൾ കണ്ണുനീർ തുടയ്ക്കും. സന്താപങ്ങൾ പരിഹരിക്കും. ലോകത്തിനീതിയിൽ ഭരിക്കും. ശോകപ്പെരുമയും നശിക്കും. ലോകത്തിനീതിയിൽ ഭരിക്കും. ശോകപ്പെരുമയും നശിക്കും. നാടില്ല നമുക്കീ ഉലകിൽ. വീടില്ല നമുക്കീ മരുവിൽ. നാടില്ല നമുക്കീ ഉലകിൽ. വീടില്ല നമുക്കീ മരുവിൽ. സ്വർലോകത്തിൻ തങ്കത്തിരുവിൽ നാം കാണും വീടുന്നു വിരവിൽ. സ്വർലോകത്തിൻ തങ്കത്തിരുവിൽ നാം കാണും വീടുന്നു വിരവിൽ. കുഞ്ഞാട്ടിൻ കാന്തയ സഭയെ നന്നായുയർത്തു നീ തലയെ. കുഞ്ഞാട്ടിൻ കാന്തയ സഭയെ നന്നായുയർത്തു നിൻ തലയെ. ശാലേമിൻ രാജനാം പരനെ സ്വാഗതം ചെയ്യുക നിൻ പതിയെ. ശാലേമിൻ രാജനാം പതിയെ സ്വാഗതം ചെയ്യുക നിൻ പതിയെ. പാടുവിൻ ഹാ ജയഗീതം. പാടുവിൻ സ്തോത്ര സംഗീതം. പാടുവിൻ ഹാ ജയഗീതം.
പാടുവിൻ സ്തോത്ര സംഗീതം, പാടുവിൻ യേശുരക്ഷകന്. ഹല്ലേലൂയ ഹല്ലേലൂയ. പാടുവിൻ യേശുരക്ഷകന്. ഹല്ലേലൂയ ഹല്ലേലൂയ. അൻപാർന്നോരിൻ പരനുലകിൽ തുമ്പങ്ങൾ തീർക്കുവാൻ വരുമേ. അൻപാർന്നോരിൻ പരനുലകിൽ തുമ്പങ്ങൾ തീർക്കുവാൻ വരുമേ. എൻ പാടുകൾ അകന്നിടുമേ. ഞാൻ പാടി കീർത്തനം ചെയ്യുമേ. എൻ പാടുകൾ അകന്നിടുമേ. ഞാൻ പാടി കീർത്തനം ചെയ്യുമേ. അതെ കർത്താവേ, ഞങ്ങളെ ചേർക്കുവാനായിട്ട് അവിടുന്ന് വരുവാനുള്ള സമയം ഏറ്റവും സമാഗതമായല്ലോ. അവിടുന്ന് വാതിൽക്കലായിരിക്കുന്നു. ഏത് സമയവും കാഹളധ്വനി കേൾക്കും. കർത്താവേ, ഏത് സമയവും കർത്താവെ അവിടുത്തെ രണ്ടാമത്തെ വരവ് അവിടുന്ന് അതിന് മുമ്പേ ഞങ്ങൾ ചേർക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. എത്ര കർത്താവെ നശ്വരതയുള്ള സന്നിഗ്ധമായ ഒരു ലോകത്ത് അൺസർട്ടൻ വേൾഡിലാണ് കർത്താവെ ഞങ്ങളായിരിക്കുന്നത്. അവിടുന്ന് ഞങ്ങൾക്കൊരു ചെറിയ ജീവിതം തന്നു. അതിൻ്റെ ഓരോ നാളുകളും ഞങ്ങള് അമ്മയുടെ ഉദരത്തില് പിണ്ടാകരമായിരുന്നപ്പോൾ തന്നെ അതിൻ്റെ ഓരോ നാളുകളും നാഴികയെല്ലാം അവിടുന്ന് ഷെഡ്യൂൾ ചെയ്ത് റെക്കോർഡ് ചെയ്ത് എല്ലാം സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ. അവിടുത്തെ ഒരു പരിപൂർണ്ണ ഹിതം എൻ്റെ ഈ മകനെ കുറിച്ചും എൻ്റെ ഈ മകളെ കുറിച്ചും ഞങ്ങള് എത്രയോ തെറ്റിയകത്ത് പോയിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ മനസ്സാന്തരപ്പെടട്ടെ. ഞങ്ങൾ അവിടുത്തെ ഹൃദയത്തെ എത്രയധികം ദുഃഖിപ്പിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ പോയിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ചിന്തകളിലെ വാക്കുകളിലെ പ്രവൃത്തികളിലൊക്കെ ഞങ്ങൾ എത്രയോ ടൈം വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. കർത്താവേ, ഞങ്ങൾ എത്രയോ അവസരങ്ങൾ പാഴാക്കിയിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ മനസ്സാന്തരത്തോടെ മുറുകത്തോടെ മുറുക്കോടെ ഹൃദയത്തോടെ കർത്താവേ അവിടുന്ന് സാധിക്കുന്ന ആ ഒരു ബ്രോക്കൺ ആൻഡ് കൺട്രൈറ്റ് സ്പിരിറ്റ്, തകർന്നു നുറങ്ങിയതുമായിട്ടുള്ളൊരു ഹൃദയം കർത്താവേ, അതോടെ ഞങ്ങൾ ഉടനത്തേക്ക് വരുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ പാഴാക്കാതെ അത് വ്യർത്ഥമാക്കാതെ അവിടുത്തെ ശുശ്രൂഷ കർത്താവെ ശുശ്രൂഷയ്ക്ക് കേടുവരുത്താതെ കർത്താവെ കോട്ടം വരുത്താതെ ഞങ്ങൾക്ക് സമർപ്പിക്കട്ടെ. കർത്താവെ അവിടുന്ന് കർത്താവെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള പ്രബോധനവും സ്നേഹത്തിന് ആശ്വാസവും ഒക്കെ കണ്ട് ഏകമനസ്സോടായിരിക്കാൻ ഏകഹൃദയത്തോടെ കർത്താവ് അങ്ങേ വരവിൽ കൊണ്ടൊക്കെ കർത്താവെ ആദ്യമായിട്ട് മണവാട്ടിയായിട്ട് ഒരുപോലെ ഞങ്ങൾ ദൂരത്തിലേക്ക് സഹായിക്കണേ. ഒരു ദിവസവും ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള പ്രകാരം ആ സൽപ്രവൃത്തികൾ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവ് ഞങ്ങളുടെ സന്തോഷം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകട്ടെ. കർത്താവ് നിറഞ്ഞു കവിഞ്ഞത് സൽപ്രവൃത്തികളായിട്ട് ഒഴുകട്ടെ. സന്തോഷത്തിന്റെ സമൃദ്ധി നിറഞ്ഞു കവിഞ്ഞ് സൽപ്രവൃത്തികളായിട്ട് കവിഞ്ഞൊഴുകട്ടെ. കർത്താവ് അവിടുന്ന് നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് നടന്നവരും ആ നസ്രായനായ യേശുവിനെ തിരുവഴുത്തുകളൊന്നും അറിയാത്ത ആ ജാതികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ കർത്താവിന്റെ ജീവിതത്തിൽ നിന്ന് ആ സ്നേഹത്തിന്റെ പ്രവാഹം, ആ സ്വർഗത്തിന്റെ സ്നേഹത്തിന്റെ പ്രവാഹം യേശുവിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞ് സൽപ്രവൃത്തികളായിട്ട് അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച് നടന്ന കർത്താവ് എത്ര ക്രിസ്തുവിന്റെ സമൃദ്ധി എത്ര മാധുര്യമുള്ളതായിരുന്നു. അസുഖത്വം നന്മ ചെയ്തുകൊണ്ട് പിശാച് ബാധിച്ചതെല്ലാം വിടിപ്പിച്ചുകൊണ്ട് നടന്ന കർത്താവിന്റെ കൈപ്പാടുകൾ. അതെ കർത്താവേ, ആ കർത്താവിനെ തന്നെ ഞങ്ങൾക്ക് പിന്തുടരുന്നു. ഞങ്ങൾ എവിടെ പോയാലും നന്മ ചെയ്യുവാൻ, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുവാൻ, മറ്റുള്ളവരെ സഹായിക്കുവാൻ, ഉത്സാഹിപ്പിക്കുവാൻ, പ്രബോധിപ്പിക്കുവാൻ, തിരുത്തുവാൻ, വഴി നടത്തുവാൻ, ഈ ജീവിത മാർഗത്തിലേക്ക് കർത്താവേ മറ്റനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ. കർത്താവേ, ഞങ്ങൾക്ക് ഇവിടെ വീടോ നാടോ ഒന്നും ഇല്ല. അതൊക്കെ താൽക്കാലികം കർത്താവേ. ഇതൊക്കെ കർത്താവേ ഒരു സത്രം മാതിരി ഇന്നാണല്ലോ കർത്താവേ, ഒരു സത്രമാണല്ലോ, ഒരു വഴിയമ്പലം മാതിരിയാണല്ലോ. കുറച്ച് നാളത്തേക്ക് ഞങ്ങൾക്ക്
താമസിക്കാനായിട്ട്, ഓടിക്കാനായിട്ട്, താമസിക്കാനായിട്ട്, ഭവനം ഓടിക്കാനായിട്ട്, എന്തെങ്കിലും വാഹനമോ ഉപയോഗിക്കാനായിട്ട്, മൊബൈലോ ലാപ്ടോപ്പോ ഗാഡ്ജറ്റ്സോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് കുറച്ച് ബാങ്ക് ബാലൻസോ കുറച്ച് വസ്തുക്കളോ ഒക്കെ അവിടെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം കർത്താവെ അവിടുത്തേതാണെന്നല്ല, എല്ലാം അവിടുത്തേതാണ് കർത്താവെ. ഞങ്ങള് സന്തോഷപ്രകാരം ഒന്നും ചെയ്യാതെ അന്തരീക്ഷപ്രകാരം ചെയ്യുവാൻ അങ്ങനെയൊക്കെ കർത്താവെ കണ്ണുയർത്താൻ സഹായിക്കണമേ. ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കൈകളിലേക്ക് ആയിരിക്കുന്നത് പോലെ, ദാസിന്റെ കണ്ണ് യജമാന്റെ കരങ്ങളിലേക്ക് ആയിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ കർത്താവിലേക്ക്, ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ ബ്ലെസ്സഡ് സേവിയറിലേക്ക് തന്നെ നോക്കുവാൻ, അവിടുത്തെ ഹൃദയത്തിൽ തന്നെ നോക്കുവാൻ, നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ആത്മാവിനാണ് ഞങ്ങളെ നിറച്ചായിട്ട് അനുഗ്രഹിച്ചായിട്ട് നിറഞ്ഞു കവിഞ്ഞ് കർത്താവേ, അങ്ങയ്ക്ക് സദൃശമായിട്ടുള്ള ജീവിതം അവിടുന്ന് ഞങ്ങളുടെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ എങ്ങനെ ചിന്തിക്കുവോ, എങ്ങനെ ചെയ്യുവോ അതുപോലെ കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളുടെ ഒത്തിരിയൊക്കെ സഹായിക്കണമേ. വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളുടെ ജോലിയിലെ പഠിത്തത്തില്, ഞങ്ങളുടെ കർത്താവ് ഉത്തരവാദിത്തങ്ങളിലെല്ലാം വിശ്വസ്തരായിരിക്കാൻ, മാതാപിതാക്കൾ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, മക്കളെന്ന നിലയിലൊക്കെ ഉള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്ത് കർത്താവ് സപ്രവൃത്തികളായിട്ട് ഇതെല്ലാം നിറഞ്ഞു വിടുകട്ടെ. സഹായിച്ചായിട്ട് നന്ദി കർത്താവേ. ഇതെല്ലാവർക്കും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നന്ദി പറയാൻ കർത്താവിന്റെ വചനത്തിനായിട്ട് നന്ദി കർത്താവേ. നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. പ്രൈസ് യു ലോർഡ്. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. നന്ദി കർത്താവേ. അവിടുന്ന് അയച്ച വചനം അത് മടങ്ങി പോകാതെ നൂറുമീന് ഫലമായിട്ട് കായ്ക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കും. ഞങ്ങളെ തന്നെയും കർത്താവെ സമർപ്പിച്ചാൽ കർത്താവെ മറ്റുള്ളവർക്കായിട്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നപ്പോൾ ഞങ്ങളെ സഹായിച്ചാട്ടെ. അതെ കർത്താവെ, അവിടെ ഞങ്ങൾ പ്രാർത്ഥന കിട്ടുന്നതിനോട് സ്തുതിക്കുന്ന എല്ലാ ഈശ്വര വലിയ മാതിരിയോടെ നടത്തിയിട്ടാണ്. ആമേൻ.